ചില മുന്നറിയിപ്പുകൾ കടക്കാം. റോമാ ലേഖനത്തിലേക്ക്. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 198 രാഷ്ട്രങ്ങൾ, 70-ൽ പരം ഉപ റിപ്പബ്ലിക്കുകൾ, 262 രാഷ്ട്രങ്ങൾ. ലോകത്തിൽ 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിപ്പെട്ടിക്കൊണ്ട് 145 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി മാറിക്കഴിഞ്ഞു. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അശാന്തിയുടെ വിത്തുകളും അസമാധാനത്തിൻ്റെ വിത്തുകളും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുമെല്ലാം ഇവിടെ നടക്കുന്ന മനുഷ്യനെ കൊല്ലുകയും ഇന്നത്തെ ലോകരാജ്യങ്ങൾ മുഴുവൻ വല്ലാത്ത ഒരു ഭീതിയിൽ പോകുമ്പോൾ ഈ 2023 ഈ അവസാന മാസങ്ങളിലും ആശ്വാസത്തോടെ അല്പം കടന്നുറങ്ങിയത് കർത്താവിനെ ഉയർത്തുന്നവർ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2019 ഒക്ടോബർ മാസം വുഹാനിൽ നിന്നിറങ്ങിയ ഒരു ഗ്രാം വൈറസ്, 15 രൂപയുടെ സോപ്പ് കൊണ്ട് കുമ്പളം കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. എവിടെ തൊട്ടാലും കഴിഞ്ഞ 2.5 വർഷം ബാക്കിൽ നാം നോക്കുമ്പോൾ വൈറസ് ആയിരിക്കുന്നു. നോട്ടിനകത്തും പാൽ പാക്കറ്റിനകത്തും കമ്പ്യൂട്ടറിനകത്തും വണ്ടിയുടെ കമ്പിയെ പിടിച്ചാലും സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ പിടിച്ചാലും അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രിയും വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു മഹാവ്യാധി. 1800-ൽ മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടൊരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. 1917-ൽ വീണ്ടും ഒരു മഹാവ്യാധി വന്നു, സ്പാനിഷ് ഫ്ലൂ. അതിനുശേഷം 2019 കോവിഡ് എന്ന മഹാമാരി ഇവിടെ ആഞ്ഞടിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ യുഗാന്ത്യ പ്രഭാഷണമായ മത്തായി 24:21 ഇങ്ങനെ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം എന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് യുവർ ഐസ്. കണ്ണിന് മുൻപിൽ കാണാത്ത ഒരു പെസ്റ്റിലൻസ്, പകർച്ചവ്യാധി വരും. അത് കോവിഡ് യുഗത്തിൻ്റെ അന്ത്യത്തിലെ. കോവിഡിനോടനുബന്ധിച്ച് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിലെ 30ഓളം പ്രവചനങ്ങൾ നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അലർട്ട്, ഒരു വിമാനം യാത്രയാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നത് പോലെ ഇന്ന് രാത്രി ബൈബിളിൻ്റെ കാൽപ്പനികമായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടനുബന്ധിച്ചുള്ള ചില സംഭവങ്ങൾ കോവിഡിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഒന്നാമത്തെ സംഭവമായി ഇന്ന് രാത്രി കുറ്റിക്കാട് ഗ്രൗണ്ടിൽ നിങ്ങളായിരിക്കുമ്പോൾ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഇന്ത്യ ഏറ്റവും നിർണായകമായ റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളെ അയച്ചുകൊണ്ട് ചന്ദ്രൻ്റെ പരിവേഷണം ഇന്ത്യ ശക്തമായി ആരംഭിച്ചു. ഇന്ന് രാത്രി ആ റോക്കറ്റിനകത്ത് പുറത്തു പോയൊരു ക്യാമറയായ വിക്രം ലാൻഡർ ചന്ദ്രനിലെ പടങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി 15 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന സൂര്യനിലേക്ക് ഗഗൻയാൻ എന്ന പരിവേഷണത്തിൻ്റെ ഫലമായി നിർണായകമായ ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം 110 കിലോമീറ്റർ കടന്ന് ശൂന്യാകാശത്തിൽ നിന്ന് പടമെടുത്ത് അയക്കുന്നു. മൂന്നാമതായി ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ സ്കൂളിൽ അധ്യാപകർ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം 2025 ചൊവ്വയിലേക്ക് മനുഷ്യനെ വിടുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേരാ മാർസ് 1. പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും തിരുവനന്തപുരം സ്വദേശി രാകേഷും അവിടെ പോകുവാൻ തയ്യാറെടുക്കുന്നു. 5.25 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന ചൊവ്വയിൽ. നാലാമതായി കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ISROയുടെ ബാംഗ്ലൂരിൽ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു: ശൂന്യാകാശത്ത് ഒരു ബേസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് ഉണ്ടാക്കണം. അന്ത്യകാലം മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്, ഉപഗ്രഹങ്ങളും പേടകങ്ങളും വാനാതിവാനങ്ങളിലേക്ക്. ബൈബിളിനകത്തുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവമായി ഇന്ന് രാത്രി നാം കോവിഡാനന്തര ലോകം ഇവിടെ അവസാനിക്കുമ്പോൾ നിരത്തുകളെ പുൽകിക്കൊണ്ട് വാഹനങ്ങൾ പടപടാ പായുന്നു. ഒരു കാലത്ത് വെള്ളറുടെ നനുവച്ചപുരം നെയ്യാറ്റിൻകര രാത്രിയിൽ നിൽക്കുമ്പോൾ 1-2 ബൈക്കുകളോ 2 തടിലോറികളോ ഒക്കെ കാണത്തുള്ളായിരുന്നു. പക്ഷേ അതിന് വിപരീതമായി രാത്രിയിൽ വാഹനങ്ങളുടെ പ്രളയം റോഡിനകത്ത്. അത് മാത്രമല്ല, പഴയകാലത്ത് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ പാളത്തിനകത്ത് അരമണിക്കൂർ കഴിഞ്ഞാൽ മറ്റൊരു ട്രെയിൻ. അതിനിടയ്ക്ക് സഹോദരി ട്രാക്കുകളിൽ പാളത്തിൻ്റെ ഓരോ ഭാഗത്തും വെള്ളമടിക്കും. ചെറുപ്പക്കാരൻ ചുറ്റികളിൽ കൊണ്ട് ജോയിൻ്റ് യും ചെയ്യുമായിരുന്നു. അതൊക്കെ പോയി ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ കൂകു കൂകു തീവണ്ടി കൂകിപ്പായി 5 മിനിറ്റ് കൊണ്ട് അടുത്ത ട്രെയിനുകൾ. വന്ദേ ഭാരതും ബുള്ളറ്റ് എക്സ്പ്രസും തുരന്തോ ട്രെയിനുകളുമെല്ലാം ആഞ്ഞ് ഇന്ന് പാളത്തിൽ കൂടി. അധിക ദൂരം സഞ്ചരിക്കുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പായി ഓടുന്ന മിന്നൽ ബസ്സുകൾ നിരത്തിനെ വാഴുന്നു. അതുമാത്രമല്ല,
ഒരു കാലത്ത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 6 അന്താരാഷ്ട്ര വിമാനങ്ങൾ മാത്രം രാത്രിയിൽ. എന്നാൽ ഇന്ന് രാത്രി 11 മുതൽ ചാക്ക ടെർമിനലിനകത്ത് നിന്നാൽ വെളുപ്പിന് 5 മണി വരെ 26 വിമാനങ്ങൾ, അന്താരാഷ്ട്ര വിമാനങ്ങൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. മനുഷ്യനെവിടെ കാർക്കും അറിയില്ല. അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ എയർപോർട്ട് അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഒരു എയർപോർട്ടിൽ നിന്ന് യാത്രയാകുന്നു. ആകാശത്തിൽ വിമാനങ്ങളുടെ ഇരമ്പക്കം, ട്രെയിനുകൾ പാളത്തിൽ കുതിച്ചു പായുന്നു. മിന്നൽ ബസ്സുകളുടെ പ്രകരം, നിരത്തിനകത്ത് വാഹനങ്ങൾ, അന്ത്യദിനങ്ങൾ. ഈ പ്രവചനങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ടോ? വരാൻ പോകുന്ന കാലത്തിന് മുന്നോടിയായി നഹൂം എന്ന പ്രവാചകൻ എഴുതി വെച്ചു. നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമങ്ങിയും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അന്ത്യദിനങ്ങളിലൊക്കെ മൂന്നാമത്തെ ഏറ്റവും നിർണായക സംഭവം, ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ 4 യുദ്ധങ്ങൾ ഒരേ സമയം നടക്കുന്നു. അതിലാസ്പദമായി കഴിഞ്ഞ 1 വർഷവും 10 മാസവുമായി റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്പർ 2, കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ ഗാസ സംഘടനം, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു വി ആർ അറ്റ് വാർ. അപ്പോൾ തന്നെ ഇന്ന് രാത്രി കൺവെൻഷൻ നടക്കുമ്പോൾ ഇസ്രായേൽ സിറിയ ആക്രമിക്കുന്നു. അപ്പോൾ തന്നെ ഈ കൺവെൻഷൻ പരിസമാപ്തി കുറിക്കുന്നതിന് അടുത്ത ആക്രമണവും ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കുന്നു. 4 ആക്രമണങ്ങൾ കോവിഡിൻ്റെ മറവിൽ. റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ സിറിയ, ദെൻ ഇസ്രായേൽ ലെബനോൻ. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തെ നിവൃത്തി ഇവിടെ നിവൃത്തിയാവുന്നു. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, അതാ നേഷൻ ടു നേഷൻ, ദെൻ ജാതി ജാതിയോടും. അതാ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ മണിപ്പൂർ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ, കുക്കി, മെയ്തൈ, നാഗ സകലരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മെയ് മുതൽ കലാപം, ആർക്കും ഒതുക്കാൻ പറ്റാത്തത്. ജാതി ജാതിയോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭമെങ്കിൽ ഒരു രാത്രി കൂടി നിങ്ങളോട് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൻ്റെ പ്രവചനങ്ങൾ കോവിഡിൻ്റെ മറവിൽ നിവർത്തിയാകുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വർഗമുഖത്തേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളെ ആദ്യ രാത്രി പറയും. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടന്ന കുഞ്ഞുങ്ങൾ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുക കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കുറ്റിക്കാട് എള്ളുവിളേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഏവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. റോമൻ ചാപ്റ്റർ 11:15. റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, ഈ വാക്യങ്ങൾ ശ്രദ്ധയോടെ കുഞ്ഞ് നിർത്തി വായിക്കും. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? 3 ഭാഗങ്ങളായിരിക്കും. അതാ ഞാനൊരു ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന് രാത്രി പ്രതിപാദിക്കുന്നത്. 1, അവരുടെ അംഗീകരണം. 2, മരിച്ചവരുടെ ഉയർപ്പ്. 3, ഇസ്രായേലിൻ്റെ മടക്കം. 3 ഭാഗങ്ങൾ. ഇംഗ്ലീഷിൽ ദ കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ, the authorization of Israel, then the rapture of the church. മടങ്ങി വരുന്ന യഹൂദൻ, അവർക്കൊരു രാജ്യം, മരിച്ചവർ എപ്പോൾ ഉയർക്കും. ഇതിനാസ്പദമായി ഏറ്റവും പുതിയ സന്ദേശമായിരിക്കും ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ആ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ. ഇന്ന് രാത്രി കുറ്റിക്കാട്ട് വന്നവർക്കധികം സന്തോഷമില്ല മക്കളെ. 2023 ജനുവരി കണ്ടവർ ഇന്ന് രാത്രി ഡിസംബർ കാണാതെ ഇരിക്കുമ്പോൾ പല ചെറുപ്പക്കാരും ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്നെ കൊണ്ടുവന്നത് ഇവിടെ നോക്കിയ ഫിസിഷ്യൻ്റെ മഹത്വമല്ല, ഒരുപക്ഷേ നിന്റെ ശരീരത്തിനകത്ത് കയറിയ ഗ്ലൂക്കോസിൻ്റെ ട്രിപ്പിൻ്റെ മഹത്വമല്ല, ഒരുപക്ഷെ നീ കഴിച്ച ആൻറ്റിബയോട്ടിക്കിൻ്റെ മഹിമയല്ല. ദെയർ ഈസ് എ ലിമിറ്റ്. എന്നാൽ അതിനും അപ്പുറത്ത് നിന്നെ കരം പിടിച്ച് നടത്തിയ നല്ല ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി ശ്രുതിക്കുവാൻ കഴിയും? അമ്മച്ചിയെ പ്രായം കുറഞ്ഞവർ അനവധി വീണപ്പോൾ, അപ്പച്ച 40കാരൻ ഇവിടെ കുഴഞ്ഞു മരിച്ചപ്പോൾ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിന് വീഴ്ച പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇന്ന് രാത്രി എന്നെ ഇവിടെ കൊണ്ടുവന്നു
കൊണ്ടുവന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുത്തിയ മഹാദൈവത്തിന് ഇന്ന് രാത്രി നന്ദി കരറ്റുവാൻ എത്ര പേർക്ക് കഴിയും? ആദരം തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക്കുക. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ പ്രത്യേകത അതിൻ്റെ വക്കത്താരെങ്കിലും കാൽച്ചവട്ടിയാൽ എക്കലിനകത്ത് കാല് പുതഞ്ഞുകൊണ്ട് മറുകര കടക്കുവാൻ കഴിയത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് ശേഷം ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ്റെ പേരത്ര യോശുവ സ്വർഗത്തോട് പറഞ്ഞ് എന്നിൽ കഴിവൊന്നുമില്ല, ബൈബിളും PhD ഒന്നുമില്ല. അപ്പോൾ സ്വർഗം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ. പറഞ്ഞ കാര്യം ഇതാ, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് വചനത്തിൻ്റെ ധ്വനിയേറ്റ് ദൈവസന്ധിയിൽ താഴ്മയോടെ ഇരുന്ന യോശുവ 5 കാര്യം ചെയ്യുവാനിടയായി. 1 പാളയത്തിനകത്ത് വിശുദ്ധി, 2 ദൈവജനത്തിന് വചനം, 3 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 4 പ്രവചനത്തിൻ്റെ ദൂതവൻ പറഞ്ഞു കൊടുത്തു. നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ നിയമത്തിൻ്റെ പെട്ടകവുമായി പുരോഹിതന്മാർ കാലുകൾ ചവിട്ടിക്കൊണ്ട് യോർദാൻ്റെ വക്കത്ത് ചെന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു മഹാത്ഭുതം ചെയ്തു. എന്താ മഹാത്ഭുതം ചെയ്തത്? അവരുടെ കാൽ യോർദാൻ്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ കിഴക്ക് ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി അവരെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി ശബ്ദരാധിക ജാന ബൗഡാരവ ശംദുരെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവരയുടെ കൊലക്കളത്തിൽ തകർത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നാളുകളായി നിന്റെ ഭാവിക്കെതിരെ ഒഴുകുന്ന യോർദാൻ്റെ ഒഴുക്കുകളെ മാറ്റുക. ഇന്ന് രാത്രി വചനത്തിൻ്റെ പെട്ടകവുമായി ഇതിനകത്ത് ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പുരയ്ക്കകത്തൊരു വിടുതൽ തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി കാണും. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഇന്ന് രാത്രി വലയൻകാവിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ഞാൻ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് നാളുകളായി എന്നെ മറുകര കടത്തരുതെന്ന് തൊട്ട പിശാചു വാദിക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് രാത്രി മറുകര കടത്തുക. ഇസ്രയേലിൻ്റെ പാളയത്തിനകത്തിറങ്ങിയ ദൈവ കരം കൺവെൻഷൻ കൂട്ടങ്ങളെ ആദ്യ രാത്രി ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ തൊട്ട് കരം വെച്ച് അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിൽ വന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും. ഇന്ന് രാത്രി ഞങ്ങൾ വിതയ്ക്കുന്നത് പാടും ശൂന്യമായ ദേശത്തെങ്കിലും ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ കൺവെൻഷൻ പ്രസംഗിച്ച് അവസാനിക്കുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, ചില പാപികൾ മടങ്ങി വരുവാൻ, ചില പിന്മാറ്റക്കാർ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ അപ്പച്ചൻ്റെ തിരുക്കരങ്ങൾ തരുന്നു. ഇന്ന് തുടങ്ങി ഞായറാഴ്ച വരെ സ്വർഗീയ ശബ്ദം ഇവിടെ മുടങ്ങുമ്പോൾ ദേശത്തിന് കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഉയരണം. ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം അങ്ങ് കാക്ക്. വന്ന മക്കളെല്ലാം തിരുക്കരം നീട്ടി അനുഗ്രഹിക്കുക. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും മഹത്വവും പുകഴ്ചയുമല്ല ഈ രാത്രി അങ്ങക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ, 8000-ൽ പരം പ്രവചനം, 8600-ൽ പരം വാഗ്ദത്തം. അതിനകത്ത് ഇന്ന് രാത്രി തൊട്ടുവെച്ചത് റോമാലേഖനം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 4 തലങ്ങൾ മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഏടുകൾ യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവും ദാസത്വവും
മഹത്വവും ദൈവത്വവും പുത്രത്വവും. രണ്ടാം തലം സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവർത്തികൾ സഭയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് വൈദ്യന. മൂന്നാം തലമാ റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ പ്രത്യേകത AD 57 കാലഘട്ടത്തിൽ ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നതാ റോമാലേഖനം. 16 അധ്യായങ്ങൾ ഇതിനകത്ത്. സ്വർഗം 487 വാക്യങ്ങൾ. ഇന്ന് രാത്രി തൊട്ടുവെച്ചത് 11ാമത്തെ വാക്യം. 8, 9, 10, 11 അധ്യായങ്ങൾ. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ചാലുകൾ. അധ്യായം 8ലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ ധന്യൻ ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. 9 ഇസ്രായേൽ ജനം ചിതറുന്ന കാഴ്ച. 10 രക്ഷയുടെ സന്ദേശം. എന്താ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ എപ്പോൾ മധ്യാകാശത്തിൽ വരും. അതാ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. അഥവാ ഇസ്രായേൽ ചിതറും ഇസ്രായേൽ മടങ്ങി വരും. അതിൻ്റെ നടുവിൽ ദൈവസഭ എടുക്കപ്പെടും. ഈ 3 ഭാഗം പറയുമ്പോൾ ഈ രാത്രി വചനം അവസാനിക്കും. കടക്കാം വിശുദ്ധ ബൈബിളിലേക്ക്. AD 30 യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ദൈവമക്കൾ ശ്രദ്ധയോട്. എവിടെ ആടിൻ്റെ പരമയാഗം? ഏതെൻ്റെ പൂങ്കാവനത്തിൽ പാപം ചെയ്ത മനുഷ്യർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം വെച്ചപ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് ഹവ്വ ഭക്ഷിക്കുകയും ആദമിന് കൊടുക്കുകയും ചെയ്തപ്പോൾ ഒന്നാമത്തെ കുടുംബം രക്ഷയുടെ വസ്ത്രം അവിടെ നഷ്ടപ്പെടുത്തിയവർ പുറത്താകുന്നു. രണ്ടാമത് ആ രക്ഷയ്ക്ക് പകരമായി ആട്ടിൻകുട്ടിയുടെ യാഗം ആരംഭിക്കുന്നു. അതെവിടെ? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് 1498 കിലോമീറ്റർ കൊണ്ടുവരുമ്പോൾ കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് 100ാമത്തെ വയസ്സിൽ ഒരു സന്തതി ഇസഹാക്കിന് വേണ്ടി ഒരു യാഗപീഠം അബ്രഹാമിനെ കൊണ്ട് സ്വർഗ്ഗം. വീട്ടിൽ നിന്ന് ഏകമകനുമായി യാഗപീഠത്തിലേക്ക് യാത്രയാകുന്നു. മകൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പാ, വിറകൊണ്ട് കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളു. 3 ദിവസത്തെ വഴിദൂരവുമായി അവർ യാത്രയായി. 3ാം ദിവസം എത്തി യാഗപീഠത്തിനകത്ത് വിറകിൻ്റെ തുണ്ടുകളെ കെട്ടിപ്പറക്കി വെച്ചുകൊണ്ട് തൻ്റെ പ്രിയ മകനെ യാഗപീഠത്തിനകത്ത് സമർപ്പിച്ചുകൊണ്ട് അവസാനമായി തൻ്റെ മകൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കുവാൻ ആകാശത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് വാളുയർത്തുമ്പോൾ സർവശക്തൻ്റെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞ അബ്രഹാമേ, ബാലകൻ്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരാട്ടിൻകുട്ടിയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഗ്രൗണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഭയത്തോടെ ഇതിനകത്തിരിക്കരുത്. ഇന്ന് രാത്രി പറയണം, പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കും, കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. ഒരുപക്ഷെ രോഗക്കെട്ടുകൾ നാട്ടുകാർ പറയും ആഞ്ഞടിക്കും, ഒരുപക്ഷെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഒരു വഴി പ്രതികൂലം ആഞ്ഞടിക്കാം, ഒരു വഴി ക്യാൻസർ ആഞ്ഞടിക്കാം, ഒരുപക്ഷെ കടഭാരം ആഞ്ഞടിക്കാം. എന്നാൽ ഇന്ന് രാത്രി പറയണം, മറുവഴിയായി ഒരു വിടുതൽ അയക്കുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ മറുവഴിയായി ഒരു വിടുതൽ തരുക. ഇന്ന് രാത്രി ഇസഹാക്കിൻ്റെ യാഗപീഠത്തിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. 2023 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തന്ന് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി സിസ്റ്റർ, നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സാധാരണ ദൈവത്തെയല്ലേ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് ഇന്ന് രാത്രി കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിയിടിപ്പിക്കാതെ ഇന്ന് രാത്രി കറക്കുന്ന ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ നിരത്തി വെച്ച ദൈവമെങ്കിൽ അവൻ അറിയാതെ എള്ളുവിളയിൽ എൻ്റെ ഒരു തലമുടിയുടെ നാര് പോലും താഴെ വീഴുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ലോകം പറയും നിന്റെ കുടുംബം തകരും, നാട്ടുകാർ പറയും നിന്റെ തലമുറകൾ തകരും. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്ക് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല, നീ തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഇസഹാക്കിൻ്റെ യാഗപീഠത്തിനകത്ത് മറുവഴിയായി അബ്രഹാമിന് ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കിയ ദൈവം നിന്റെ വിഷയത്തിനകത്തും പരിഹാരം തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്തോത്രം.
ഒരു വഴി കുടുംബജീവിതത്തിൽ വരും കാറ്റടിക്കും, കൊടുങ്കാറ്റടിക്കും, ഈശാനുമൂലനടിക്കും. പക്ഷേ ഇന്ന് രാത്രി പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ഒരു വഴിയായി അബ്രഹാം പ്രിയ പൈതലുമായി യാത്രയാകുമ്പോൾ മറുവഴിയായി ഒരു ആട്ടിൻകുട്ടിയെ സ്വർഗത്തിലെ ദൈവം കടത്തിക്കൊണ്ടുവന്ന 2 ആട്ടിൻകുട്ടിയുടെ പരമയാഗ്. ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാറേൽക്കുന്നു. പെസഹായിൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ആയിരക്കണക്കിന് ആടുകളുടെ രക്തം വീണു. ആ രക്തത്താൽ ഒരു ജനം വിടുതൽ പ്രാപിച്ചു. 1, ഒരു കുഞ്ഞിന് വേണ്ടി ഒരാട്ടിൻകുട്ടി. 2, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി. വീണ്ടും വരുന്നു ആയിരക്കണക്കിന് ആടുകൾ. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി 1,82,000 പരം ആടുകളെ ഉറത്തു. ദൈവദാസന്മാർ നിലവിളിച്ചവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ദൈവ സാന്നിധ്യം ദൈവാലയത്തിൽ ഇറങ്ങി. 3 ഭാഗമായി. ഒരിക്കൽ കൂടി ഇസഹാക്കാകുന്ന ഒരു പൈതൽ, 2 ഇസ്രായേൽ ജനത്തിന് വേണ്ടി, 3 ആലയത്തിന് വേണ്ടി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. പാപാന്തകാരത്തിൽ വീടിനകത്ത് പകയും പിണക്കവും കോപവും തൊന്തപക്ഷവും ജഡമോകവും കൺമോകവും ഒത്ത് കത്തിക്കുത്തും വിലാപങ്ങളുമെല്ലാം വന്നപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 1000 ആടുകളെ ഇറക്കുവാൻ തുടങ്ങി. മിണ്ടാപ്രാണികളെയും കുറുപ്രാവുകളെയും പടപടാർത്തതിൻ്റെ രക്തം യാഗപീഠത്തിനകത്തും രക്തത്തളി ആചരിക്കുമ്പോൾ സ്വർഗം ചോദിച്ചു, വേണ്ട വേണ്ട വേണ്ട, എന്നും ഈ ഊനമൃഗങ്ങളുടെ രക്തം ഇറക്കണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. സ്വോത്രം. അതിനുവേണ്ടി ഇന്ന് രാത്രി ഒരു രക്തത്തെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSIയുടെ പാപമല്ല, ഹൈന്ദവൻ്റെ പാപമല്ല, ഇസ്ലാമിൻ്റെ പാപമല്ല, സകല മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. മിണ്ടുന്നില്ല, ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ പരമയാഗം. ആ പരമയാഗം നിങ്ങൾക്കേവർക്കും അറിയാം. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ അരമന മുതൽ നിങ്ങൾക്കേവർക്കും അറിയാം ശക്തമായ ഹല്ലേലൂയ വാദങ്ങളുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നു. ഇന്ന് രാത്രി AD 30 ആ ക്രൂശീകരണം നടന്നതിന് ശേഷമാ ക്രിസ്തുവിൻ്റെ ഭക്തന്മാർക്കല്ലോ ക്രൂരമായ ന്യായവിധികൾ. 1 സ്തേഫാനോസ്. നിങ്ങൾക്കേവർക്കും അറിയാം, സർവശക്തനായ കർത്താവിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ സന്ദേശവുമായ സ്തേഫാനോസിനെ ആരാ ശൗൽ എന്തു ചെയ്തു? കല്ലെറിഞ്ഞവനെ കൊല്ലുന്നു. മുട്ടുമടക്കിയപ്പോൾ സ്വർഗം തുറക്കുന്നു. 2ാമത്തെ അവൻ്റെ ആക്രമണം ആർക്ക് നേരെ? അനന്യാസിന് നേരെ. എന്താ അനന്യാസിൻ്റെ പ്രത്യേകത? സ്തോത്രം. അനന്യാസ് ദൈവവചനം ഏറ്റെടുത്ത് പോകുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പട്ടാപ്പകൽ മിന്നിവിടങ്ങുന്ന വെളിച്ചത്തിനകത്ത് കുതിരയുടെ കുളമ്പടിയുമായി ശൗൽ യാത്രയാകുന്നു. ആ സമയത്ത് കീശയിൽ കാശും ബെന്യാമിൻ ഗോത്രക്കാരനും നല്ല മനുഷ്യനായി അവൻ മുൻപോട്ട് പോകുമ്പോൾ സ്വർഗത്തിൻ്റെ ടോർച്ചടി അവൻ്റെ മേളിലേക്ക് വീണുന്നു. ബ്രൈറ്റ് ലൈറ്റിൻ്റെ അടിയല്ല, സ്വർഗത്തിൻ്റെ അടിയാണ്. സ്വോത്രം. വീണതുപോലെ അപ്പോൾ അവൻ്റെ കാഴ്ചയും പോയി. ശൗലിന് പിടികിട്ടി, ഇനി വാസലിൽ ചൈതന്യയിൽ ചെന്നാൽ രക്ഷയില്ല. വചനത്തോട് മറുതലിക്കുന്ന സകലരെയും അടിക്കാൻ തമ്പുരാൻ്റെ ഒരു ടോർച്ചുണ്ട്. സന്തോഷമില്ലല്ലോ. കീശയ്ക്കകത്ത് കാശുണ്ടെങ്കിലും നിന്റെ കയ്യിൽ കപ്പൽ മുതലാളിയുടെ മകനാണെങ്കിലും ബെന്യാമിൻ ഗോത്രമാണെങ്കിലും കയ്യിൽ ഫോണെടുത്താൽ പടപട വിളിക്കുവാൻ പലരും നിന്റെ മുൻപിൽ കണ്ടാലും തമ്പുരാൻ്റെ അടി കിട്ടാൽ കുഞ്ഞെ നീ താഴെ വീഴും. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അപ്പോൾ ശൗലിന് പിടികിട്ടി, ഇന്ന് രക്ഷയില്ല. എല്ലാം കൂടെ 108 ആംബുലൻസ് എടുത്ത് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ശൗലിൻ്റെ എവിടെ കൊണ്ടുപോയി? നേർവീതിയിൽ തർശോശുകാരനായ യൂദയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ സഭാപാസോടൊന്നും ആലോചിച്ചില്ല. അവനൊരു 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. ആ സമയത്ത് അനന്യാസോട് സ്വർഗം പറഞ്ഞ്, എൻ്റെ അനന്യാസെ, നിന്നെ വെടിവെക്കാൻ വന്ന ശൗലേ, ആണ്ട ഇപ്പോൾ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അവിടെ ചെന്നിട്ട് അവൻ്റെ തലയിൽ കൈവച്ചിട്ട് എങ്ങനെങ്കിലും അവന് കാഴ്ച കൊടുക്കണം. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ അനന്യാസവും നോടക്കി കർത്താവിനോട് പറഞ്ഞ് 2 വർഷം അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. ഉപദേശിക്കെതിരെ ഫേസ്ബുക്കിൽ പരസ്യമിട്ടതാ. അത് കഴിഞ്ഞിട്ട് കൺവെൻഷൻ യോഗത്തിന് കരിയായിൽ പോസ്റ്റർ അടിച്ചതാ. സ്വോത്രം. സഭയിലെ വിശ്വാസികൾക്കെതിരെ പല ആരോപണങ്ങളും പറഞ്ഞ കർത്താവ് കുറച്ച് നാൾ അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. ഞങ്ങളുടെ ഉപദേശിമാരുടെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ലോ. സ്വർഗം പറഞ്ഞു, നേരെ ചെല്ലണം. അനന്യാസെ ശൗലിൻ്റെ തലമേൽ കരം വെക്കണം. നേരെ അനന്യാസ് ഉപദേശി നേർവീതിയിൽ തർശോശുകാരനായ യൂദായുടെ വീട്ടിൽ ചെന്നിട്ട് സ്വോത്രം ശൗലിൻ്റെ തലയിൽ ഇങ്ങനെ കരം വെച്ചു. ശൗലേ സഹോദര,
എന്തൊരു നല്ല വിളിയ. 3 ദിവസം മുമ്പ് AK-47 സ്വോത്രം പിടിവെക്കാൻ വന്ന പുള്ളിയുടെ തലയിൽ കൈവച്ചിട്ട് ശൗലെ സഹോദര, എന്തൊരു നല്ല വിളിയാന്ന് സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. പാസ്റ്റർമാരുടെ സ്നേഹമല്ല. പാസ്റ്റർമാരുടെ സ്നേഹം കാണുന്ന സ്ഥലമാറ്റത്തിൻ്റെ ചർച്ചയിൽ പോയാൽ മതി. അരുമயான സ്നേഹം അംഗീകരിക്കുന്നത് സ്വോത്രം. അങ്ങനെ നിൽക്കട്ടെ സ്വോത്രം. ഇതങ്ങനെയുള്ള സ്നേഹമല്ല ശൗലെ സഹോദര സ്വോത്രം. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ്റെ കരം വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തലയിൽ നിന്ന് കണ്ണുനീര് പടപടാധാരയായി ഒഴുകിക്ക്. ആ സമയത്ത് അനന്യാസിന്റെ കരം തൊടുമ്പോൾ അവന്റെ കാഴ്ച ലഭിക്കാനിടയായി. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതേറ്റെടുത്തുകൊണ്ടേ ഈ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങാവും. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഏതൊക്കെ ശൗലുമാരെഴുന്നേറ്റാലും, നിന്നെ തകർക്കുവാൻ പട്ടണത്തിൽ പല പരിപാടികൾ ചെയ്താലും, നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ചില ശൗലുമാരുടെ തലയിൽ വെച്ച് കരം വെച്ചുകൊണ്ട് വിടുതൽ കൊടുക്കുക. രാത്രി ദൂതേറ്റെടുക്കുന്ന സഹോദരിമാർക്കായി സഹോദരന്മാർക്കായി 2024 പരാജയത്തോടെ കൺവെൻഷനിൽ എഴുന്നേൽക്കരുത്. എഴുന്നേറ്റ് പ്രകാശിക്കുക. മിണ്ടുന്നില്ലല്ലോ. 2024 ഒരു ഉണർവിൻ്റെ കാറ്റായി ഞാൻ തൊടുമ്പോൾ ചിലരുടെ കാഴ്ചകൾ ലഭിക്കട്ടെ. ഞാൻ തൊടുമ്പോൾ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ ചില വീട്ടിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ മാറട്ടെ. ഞാൻ ചില കുഞ്ഞുങ്ങളുടെ മേൽ കരം വെക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കരം. ഇന്ന് രാത്രി അനന്യാസിൻ്റെ കരത്തിനകത്തിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ 2024 എൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഒരു കടുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഒരു പുതിയ കൃപ പ്രാപിച്ചുകൊണ്ടേ കുറ്റിക്കാട്ട് ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേൽക്കാവൂ. പട്ടണങ്ങളെ പിടിക്കുവാൻ, രാജ്യങ്ങളെ പിടിക്കുവാൻ, ആയിരങ്ങളുടെ നടുവിൽ നിന്ന് വചനം പറയുക. ഇന്ന് രാത്രി ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളെ കരം വെച്ചുയർത്തിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ മകളെ, മകനെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. അതിനായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. കാഴ്ച തുറന്ന് ശൗൽ എന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്രം. ശൗല് ഉടനെ പവർ വിഷൻ്റെ ഹാർവസ്റ്റിൻ്റെ അടുത്തല്ല പോയത്. ശൗൽ ആദ്യം എന്തോ ചെയ്തു? രക്ഷയുടെ സന്ദേശം കേട്ടു. 2 അവൻ മാനസാന്തരപ്പെട്ടു. 3 അവൻ അനുതപിച്ചു. 4 സ്നാനമേറ്റു. 5 ആത്മീയ ആഹാരം ഭക്ഷിച്ചു. അതിനുശേഷം എന്താ? നിത്യം ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മശക്തിയിൽ നിലനിന്നു. അവൻ ആ തിരുസഭയ്ക്ക് വേണ്ടി 14 ലേഖനം എഴുതി. അതാ ഇന്നത്തെ 1-ാമത്തെ ലേഖനം, റോമാലേഖനം. തീർന്നില്ല. ആ കാലഘട്ടത്തിനകത്ത് ഓരോരുത്തരെ സ്തെഫാനോസിനെ അങ്ങ് തീർത്ത് കളഞ്ഞു. അവസാനം പൗലോസിൻ്റെ ജീവിതമെന്ന് ആരും ഉപദേശിമാർ ഹല്ലേലൂയ പ്രസംഗിക്കാറുമില്ല, പറയാറുമില്ല. എൻ്റെയിലും സമയമില്ല, തൊടുന്നില്ല ഭാഗം. എന്തുകൊണ്ട്? പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ നിങ്ങളോട് ഞാൻ പറയാം. അവസാനം അവനെ ഒരു യുദ്ധക്കുറ്റവാളിയോളം പിടിച്ചിട്ട് ഓസ്ട്രിയ എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് ഒരു ഗുഹയുണ്ട്, മർമാട്ടിൻ ഗുഹ. അവിടെ യുദ്ധത്തടവുകാരെ പാർപ്പിച്ചിരിക്കുക. അന്നത്തെ കാലത്ത് ശൗലിൻ്റെ അഥവാ പൗലോസിൻ്റെ ഒരു പ്രിയ ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് തിമത്തിയോസ്. എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിരിക്കുക. ലഘുലേഖ, ട്രാക്ട് ഇതെല്ലാം കൊടുക്കാൻ പോയിരിക്കുക. അപ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി റോമിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നൊരു പത്രം കൊണ്ടുവന്നു. പത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാം? നാളെ പ്രഭാതത്തിൽ ഇവനെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവരും. മർമാട്ടിൻ ഗുഹകൾക്കകത്ത് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ചന്തയ്ക്കകത്ത് കൊണ്ടുവന്ന് പരസ്യമായിട്ട് ചില രാജ്യങ്ങളിൽ മനുഷ്യന് തൂക്കുകയും കഴുത്തറക്കുകയും ചെയ്യുന്നത് പോലെ മില്ലിൽ കിട്ടുന്ന ഈർക്കവാൾ കൊണ്ട് കഴുത്തറക്കുവാൻ പദ്ധതി വെക്കുന്നു. ശൗൽ ഇത് വായിച്ചു. പൗലോസിന്റെ ശരീരത്തിലാകെ വിറയിൽ. മരണത്തെ ഭയമല്ല. തൻ്റെ പ്രിയമകനായ തീമത്തിയോസ് പാറശാലയോ കളിക്കവളയോ നെയ്യാറ്റിൻകരയോ ഉദിയംകുളങ്ങരയോ എവിടെയോ ലഘുലേഖയോ സന്ദേശത്തിന് പോയിരിക്കുക. മൊബൈലിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. ഈ ചെറുപ്പക്കാരൻ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ എന്താകും കാര്യം? അപ്പോൾ അവന് മറുപടി കൊടുക്കുവാൻ ലെറ്ററോ പേനയൊന്നുമില്ല. ഇന്നത്തെ കണക്ക് ജയിലിനകത്ത് ചപ്പാത്തിയും ചിക്കനും ഒന്നുമല്ല കിട്ടുന്നത്. ചിരട്ടയ്ക്കകത്ത് വെള്ളമരിപ്പുണ്ട്. ജയിലിനകത്ത് ഒരു കാര്യം കിടക്കുന്നു, കരിക്കട്ട കിടക്കുന്ന കരിക്കട്ട എടുത്തിട്ട് പ്രിയ മകനായ തിമത്തിയോസ് വരുമ്പോൾ ഒരു പ്രത്യാശയുടെ വാക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചൊരു ഭാഗമാ കുഞ്ഞ്. മരണ വീട്ടിലും യോഗത്തിലുമെല്ലാം ദൈവദാസന്മാർ പറയും, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്തിയോസെ മടങ്ങി വരുമ്പോൾ ഞാനില്ലെങ്കിൽ നമുക്ക് 2 പേർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് ധന്യനായ പൗലോസ്ലിയുടെ കഴുത്തറത്തു മാറ്റുമ്പോൾ ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ ജോസഫസ് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അവൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ കരമുയരുന്നില്ലല്ലോ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്വോത്രം. പൗലോസ് ആരായിരുന്നെന്നറിയാമോ? സ്വോത്രം. ഒരു കപ്പൽ മുതലാളിയുടെ മകൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, വളരെ പൈസക്കാരൻ, എബ്രായൻ. അവസാനം അവൻ ജയിലിൽ കിടക്കുമ്പോൾ എന്തോ ഉണ്ടായിരുന്നെന്നറിയാമോ? ഒരു പുതപ്പ് മാത്രം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ
പുതപ്പുമായിട്ട് ഇറങ്ങും, BMW ആയിട്ട് പോകും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പൗലോസ് ഇറങ്ങിയത് കപ്പൽ മുതലാളിയുടെ മകനായിട്ട്. കീശെ കാശും AK-47 അവസാനം ലാസ്റ്റ് ഒരു പുതപ്പും കാരാഗ്രഹവും. ഇന്ന് ഞങ്ങളുടെ ഉപദേശിമാരിറങ്ങുന്നത് ഒരു പുതപ്പ്, ഒരു BMW, പിന്നെ വോൾവോ, ബാക്കി ജെറ്റ് മേടിക്കാൻ പലരും തയ്യാറായിരിക്കുക. പ്രാർത്ഥിച്ചാൽ മതി. സ്വോത്രം. സന്തോഷമില്ലല്ലോ? എല്ലാവരെയും കർത്താവ് ന്യായം വിധിക്കും. സ്വോത്രം. പേടിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനേ പറയത്തുള്ളൂ. സ്വോത്രം. വിഷമിക്കുകയേ വേണ്ട. സ്വോത്രം. അതുകൊണ്ടെല്ലാം മനസ്സിലാക്കണം. കുറ്റം പറയുകയല്ല. ദൈവത്തെ വിളിക്കുന്നവർക്ക്, നിർണയപ്രകാരം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവർക്ക് സ്വർഗത്തിലെ ആത്മീയാനുഗ്രഹങ്ങൾ അവകാശമാണ്. അങ്ങനെയെങ്കിൽ അവൻ 8, 9, 10, 11 വരുമ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി, അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. നമ്പർ 1 കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ. ദ സെക്കൻഡ് വൺ ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ. ദ തേർഡ് വൺ എപ്പോൾ കാന്തൻ മധ്യാകാശത്തിൽ വരും. വായിച്ചു തുടങ്ങുന്നു. ഗതസമനയിൽ അവൻ പിടിക്കപ്പെടുന്നു, ഗബദായിൽ തകർക്കപ്പെടുന്നു. 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചപ്പോൾ. തുടങ്ങാം. മത്തായി സുവിശേഷം 27, 25. 6 ചിതറപ്പെടും, 6 മടങ്ങി വരും. വായിക്കാം മകളെ. മത്തായി 27, 25 വാക്യം വായിക്കാം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. കിടക്കുന്ന 5 കോടതികൾ ഏറുമ്പോൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചപ്പോൾ. ശ്രദ്ധയോടെ ഈ കാര്യം മനസ്സിലാക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം. പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് 2 കൂടുകൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 ബറബാസ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബറബാസിന് വിട്ടു തരിക, യേശുവിനെ ക്രൂശിക്കുക. അവിടെ നിങ്ങളൊരു ഭാഗം ശ്രദ്ധയോട് മനസ്സിലാക്കണം. പീലാത്തോസിന്റെ ഭാര്യ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എഴുത്ത് ഭർത്താവിന് കൊടുത്തു വിട്ടു. എന്താ കൊടുത്തു വിട്ടെന്നറിയാമോ? നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. കേട്ടോ? യഹൂദ പരീക്ഷകളോട് പറഞ്ഞു, ശബത്തിനകത്ത് എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ട് അവനെ വിട്ടുകളയാ. പക്ഷേ അവർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ഒരു ജഡ്ജി വിധിന്യായം എഴുതി കഴിഞ്ഞതിന് ശേഷം, ഒപ്പിട്ടതിന് ശേഷമേ ചേംബറിൽ നിന്ന് എഴുന്നത്തുള്ളൂ. പക്ഷേ പീലാത്തോസിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? യേശുവിന് വേണ്ടി വിധി എഴുതിയതിന് ശേഷം അവൻ പുറത്തിറങ്ങി വെള്ളമെടുത്ത് കൈ കഴുകി, അർത്ഥം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ഭവിക്കട്ടെ. AD 30 യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. വചനം തുറന്നെടുത്തോട്. മത്തായി 24, 1, 2. യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ആലയത്തിന്റെ പണി കാണിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനോട് കൽപ്പിച്ചു, ഗുരു, ഇതൊക്കെയും അങ്ങ് കാണുന്നില്ലോ? യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. കണ്ടു? AD 30 യേശു ഇത് പറഞ്ഞു. AD 70 ആലയം തകർക്കപ്പെട്ടു. ടൈറ്റസ്. ശ്രദ്ധയോടെ ബൈബിളും ചരിത്രവും. AD 68 ഒരു സംഭവം നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. AD 68 ടൈറ്റസ് എന്ന രാജാവ് ഇസ്രായേലിന്റെ ദൈവാലയം ആക്രമിക്കാൻ വരികയാണ്. യെരുശലേം ദൈവാലയത്തിന്റെ ചുറ്റും അവന്റെ സേനകൾ വളഞ്ഞപ്പോൾ അന്നൊരു സംഭവം നടന്നു. യേശു പറഞ്ഞ ആലയം തകർന്നു പോകുന്നു. ആ സേനകൾ വളഞ്ഞപ്പോൾ അന്നൊരു സംഭവം നടന്നു. ടൈറ്റസിന്റെ പിതാവ് മരിച്ചുപോയി. ആ ടൈറ്റസിന്റെ പിതാവ് മരിച്ചു പോയപ്പോൾ ആ ആക്രമണം നിർത്തി. അന്ന് യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, ഓശാന പെരുന്നാളിലെ പ്രഭാഷണം കേട്ട പലരും പള്ളിക്കകത്തുണ്ടായിരുന്നു. അവർക്ക് പിടികിട്ടി ദൈവാലയം തകരും. 68 കുറേ പേർ ആ വരവ് കണ്ട് പെല്ല എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മലയിലേക്ക് ഓടിപ്പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഇവിടെ ഒരു 3-ാം ലോകമഹായുദ്ധം വെളിപ്പെടുന്നതിന് മുമ്പ് വചനം കേട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 68 നിഴലായത് സംഭവിച്ചെങ്കിൽ 70 കേൾക്കണോ? യെരുശലേമിന്റെ ദൈവാലയം തകർത്തു. അന്താരാഷ്ട്ര വിഷയമായത് മാറിക്കഴിഞ്ഞു. ഇന്ന് ശലോമോന്റെ കാലത്തെ ഒരു വാതിൽ അവിടെ നിൽപ്പുണ്ട്. അതാ കിഴക്കേ വാതിൽ. എസക്കേൽ 44, 1, 2 ബൈബിൾ കോഡ്. അവൻ ദൈവാലയത്തിൽ കൊണ്ടുപോയി സ്വർഗം എസക്കേലിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു, ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഹല്ലേലൂയ ഇതിൽ കൂടി കറന്നത് കൊണ്ട് ഇതാരും തുറക്കരുത്. അതുകൊണ്ട് ആ സങ്കീർത്തനം 24 നിങ്ങളുടെ വീട്ടിൽ പാടും. വാതിലുകളെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇസ്രായേലിന്റെ 2ാമത്തെ അടയാളം. ശലോമോന്റെ കാലത്ത് പണിഞ്ഞ ദേവാലയം BC 606 നെബൂഖദ്നേസർ തകർക്കുമ്പോൾ അവിടെ ഒരു വിലാപമതിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പേര് വെസ്റ്റേൺ വാൾ. ഇന്ന് ആ വാൾ അവിടെ നിൽപ്പുണ്ട്. വിലാപമതിൽ. അതിനകത്ത് മോശയുടെ 3 തലമുറകൾ. മോശയുടെ 3 തലമുറകളായി ഇസ്രായേൽ. അതിന്റെ പേര് ഹസദിക്കെ, ഹർദിക്കെ, നെട്ടൂരി, കർത്ത. ഇവരാ വാക്സിൻ പോലും എടുക്കാതെ കറുത്ത പാൻറ്, കറുത്ത ഉടുപ്പുമിട്ട് തലയ്ക്കകത്ത് ഒരു ചട്ടിത്തുപ്പിയും വെച്ച് ഇന്ന് മതിലിന്റെ അവിടെ ചെന്ന് വിലാപമതിൽ തലയിടിച്ചവർ ചുരുൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, മശിഹായുടെ മടങ്ങി വരവ്. ഒന്നേ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ആലയം തകരുവാനിടയായി. AD 70 മുതൽ യഹൂദൻ ചിതറുവാൻ തുടങ്ങി. ഇനിയുള്ള കഥ നിങ്ങൾ ഒരു ചരിത്രം പോലെ കേൾക്കണം. AD 130 ആയപ്പോൾ ലോകത്തിലെ ഭരണാധികാരികൾ മുഴുവൻ ആ ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് അവർ ചിതറി. എവിടം വരെ ചിതറിയെന്നറിയാമോ? കൊച്ചി, മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിക്ക് മട്ടാഞ്ചേരി എന്നല്ല പേര്. സ്വോത്രം.
പണ്ട മട്ടാഞ്ചേരിയുടെ പേര് മാത്തഞ്ചേരി എന്നായിരുന്നു. സ്വോത്രം. യഹൂദന് മാത്തൻ എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് മാത്ത മട്ടയാക്കിയ മട്ടാഞ്ചേരിയാക്കിയ. സ്വോത്രം. സായിപ്പ് കേരളത്തിൽ വന്നപ്പോൾ ആരാണ്ട് മരച്ചീനി കാണിച്ചു. തപ്പി നോക്കിയാൽ കിടങ്ങ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ടപ്പിയൊക്കെ ആയത്. സ്വോത്രം. മരച്ചീനി തപ്പി നോക്കിയാൽ കിടങ്ങ് കിട്ടുമെന്ന് പറഞ്ഞോളൂ. അതുപോലെ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറി. ശ്രദ്ധയോടെ ഇരിക്കണം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ ഹല്ലേലൂയ മടങ്ങി വരവ്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ മടങ്ങി വരവ് ആയെങ്കിൽ ഇന്ന് രാത്രി അവരെ ലോകം അംഗീകരിക്കുന്ന കാലം. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട, മാള, ഈ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് യഹൂദൻ്റെ വീടുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് മാള എന്ന് പറയുന്ന മലയാള പദമല്ല, ഇസ്രയേലിൻ്റെ എബ്രായ ഭാഷയിലൊന്ന മായിലാഹ, അലയുന്ന യഹൂദൻ, കരുണാകർജി മത്സരിച്ച സ്ഥലം. അന്നത്തെ കാലത്ത് കൊച്ചിയിൽ ഒരു ചരിത്രം പറയാം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ശ്രദ്ധയോടെ ഇരിക്കണേ ദൈവ കുഞ്ഞുങ്ങൾ. അന്ന് മട്ടാഞ്ചേരിയിൽ, കൊച്ചിയിൽ വൈകിട്ട് യഹൂദൻ മുട്ട വിൽക്കാൻ പോയപ്പോൾ നമ്മുടെ ചില ചേട്ടന്മാർ പറഞ്ഞു, നമ്മുടെ ഈശോയെ കൊന്നവന്മാരല്ലേ വരുന്നത്. അത് ഈ മുട്ട വിൽക്കാൻ പോയി ഒരു യഹൂദനെ പച്ചക്കടിച്ചിട്ട് അവൻ്റെ മുട്ട താഴെ ഇറക്കിയിട്ട് യഹൂദനെ കടൽ വെള്ളത്തിൽ ഒഴുക്കി വിട്ട ചരിത്രം. അഥവാ ലോകത്തിൻ്റെ 5 വൻകരകളിൽ അവരെ ചിതറുവാനിടയായി തീർന്നു. എന്താ സംഭവം എന്നറിയാമോ? യഹൂദനെ കൊന്നു കഴിഞ്ഞാൽ പാപത്തിന് പരിഹാരമെന്ന് ലോകം മുഴുവൻ വിധി എഴുതി. ഇന്ന് രാത്രി ശ്രദ്ധയോട്, ഒരു വീട്ടിനകത്ത് പഴയ കാലത്ത് അവിഹിത ഗർഭം, കുഷ്ഠം, ടൈഫോയിഡ് ഇതൊക്കെ ഉണ്ടായാൽ യഹൂദനെ അടിച്ചു കൊന്നാൽ പാപ പരിഹാരം നടക്കുമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ വിതറി. എന്താ സംഭവിച്ചെന്നറിയാമോ? 5 വൻകരകളിലേക്ക് അവർ മാറി. ഏകദേശം 5 ചക്രവർത്തിമാർ ലോകത്തിൻ്റെ താളഗതികളിൽ അവരെ ചവിട്ടി മതിച്ചു. 1 ആരാ? റഷ്യയിലെ സാർ ചക്രവർത്തിമാർ. 2 ഇറാനിലെ ഹാമാൻ. 3 ഇറാഖിലെ നെബുക്കദ്നേസർ. 4 അടുത്ത സിറിയയിലെ അന്തിക്കോസ് എപ്പിഫാനോസ്. ലോകത്ത് ചിതറിയ സ്ഥലങ്ങളിൽ മുഴുവൻ മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്നത് പോലെ യഹൂദനെ കൊന്നു. ഹിറ്റ്ലർ എന്ന് പറയുന്ന ചക്രവർത്തി 60 ലക്ഷം യഹൂദന്മാരെ ഗ്യാസിന്റെ ചേംബറിനകത്താ കയറ്റി കൊന്നുകളഞ്ഞത്. അതാ കാൽവറിയുടെ ക്രൂശീകരണത്തിന് മുമ്പ് യഹൂദൻ നിലവിളിച്ച ശാപ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇനി വചനം കരങ്ങളിലെടുക്കണം. എന്താ ഈ ജനത മടങ്ങി വരുമോ? അത്തി തളർക്കുമോ? അന്നത്തെ കാലത്തെ പീഡാകാലം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 64 മുതൽ 68 വരെ ഒരു ബൈബിൾ സ്റ്റഡി ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ട് വായിക്കാൻ മോളെ. ആവർത്തന പുസ്തകം 28-ന്റെ 64 മുതൽ 68 വരെ കറക്റ്റ് വചനം പഠിക്കണം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. ദാണ്ടെ മാലോകരുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. വചനത്തോട് മറുതലിക്കരുതേ മക്കള്. ഉപദേശിയെ 2 വഴക്ക് പറയാം, പള്ളു പറയാം. വചനത്തോട് മറുതലിച്ചാൽ ശാപം. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം, ഇങ്ങേയറ്റം കിഴക്കിൻ്റെ വെനീസായി കൊച്ചി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ 110 രാജ്യങ്ങൾ, സകല ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ ചിതറിക്കുമെന്ന് യഹൂദൻ. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. പുറപ്പാട് 20:4. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിലും യാതൊന്നിനെയും വണങ്ങരുത്, അന്യ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുതെന്ന് മോശയുടെ കൽപ്പന ഏറ്റെടുത്ത ഇസ്രായേൽ ജനം ജാതികളുടെ ഇടയിൽ ചിതറി കില്ലും മണ്ണും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. അടുത്ത വാക്ക് വായിച്ചട്ടെ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത യഹൂദൻ ഒരു ജാതികളുടെ ഇടയിൽ സ്വസ്ഥത ഉണ്ടാകാതിരിക്കും. അടുത്ത വാക്ക്. നിന്റെ കാലിന് വിശ്രാമസ്ഥാനം ഉണ്ടാവുകയില്ല. ഇവിടെ നിൽക്കുമ്പോ അവിടെ പോകണം, അവിടെ നിൽക്കുമ്പോ ഇവിടെ ഉണ്ട്. നാട്ടുകാരൻ നിന്നെ ഓടിക്കുമെന്ന് രാജാക്കന്മാരും ചക്രവർത്തിമാരും. നിന്റെ കാലിന് വിശ്രമം ഉണ്ടാകത്തില്ല. അടുത്ത വാക്ക്. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. ദാണ്ടെ യഹൂദന് വിറയ്ക്കുന്ന ഹൃദയവും. അടുത്ത വാക്ക്. മങ്ങുന്ന കണ്ണും. ദാണ്ടെ കണ്ണ് തുറന്നവന് നോക്കാൻ പറ്റത്തില്ല, ആക്രമണം. വിറയ്ക്കുന്ന ഹൃദയവും, അത് കഴിഞ്ഞിട്ട് മങ്ങുന്ന കണ്ണും. അടുത്ത വാക്ക്. നിരാശയുള്ള മനസ്സും തരും. നിരാശയുള്ള മനസ്സും തരും. ആശകൾ നിനക്ക് അറ്റുപോകും. അടുത്ത വാക്ക്. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. ദാണ്ടെ ഏത് നിമിഷവും കൊല്ലപ്പെടുന്ന ഒരു യഹൂദനാ. അത് 60 ലക്ഷം യഹൂദന്മാരെ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞ ഹിറ്റ്ലർ തട്ടിക്കളഞ്ഞ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. രാവും പകലും നീ പേടിച്ച് പാർക്കും. കിടക്കുന്നത് രാവും പകലും പേടിച്ച് പാർക്കും. രാത്രിയാകുമ്പോൾ വിചാരിക്കും ഒന്ന് നേരം വെളുത്താ മതിയെന്ന്. അതുപോലെ വെളുപ്പിനാകുമ്പോൾ വിചാരിക്കും ഒന്ന് രാത്രിയായാൽ മതിയെന്ന്. ഏത് സമയം നിന്നെ കൊല്ലാൻ ശത്രുക്കൾ എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക്. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. ഇസ്രയേലിന് പ്രാണഭയം വിട്ടുമാറുകയില്ല. ചിതറിപ്പോയ സ്ഥാനത്ത് മുഴുവൻ നീ പീഡ അനുഭവിക്കും. അടുത്ത വാക്ക്. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും. നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും. കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും. നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു
ഇതാ കിടക്കുന്ന ഇതാ ദൈവമക്കളെ, കാൽവറിയിൽ ക്രൂശീകരണത്തിന് യഹൂദൻ പിടിച്ചു പേടിച്ച ശാപം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സന്ധ്യയാകുമ്പോൾ വിചാരിക്കും കർത്താവേ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി, വെളുക്കുമ്പോൾ വിചാരിക്കും സന്ധ്യയായാൽ മതി. സ്വോത്രം. സ്വസ്ഥതയില്ലാത്ത ജനമായി ഇസ്രായേൽ മാറി. അടുത്ത വാക്കൂടെ വായിച്ചോളെ. സന്ധ്യകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നീ പറയും. രാവാകുമ്പോൾ വെളുക്കണം, വെളുക്കുമ്പോൾ രാവാകണം. ഇങ്ങനെ പ്രാർത്ഥിക്കും. അടുത്ത വാക്ക്. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകും. ഈജിപ്തിലേക്ക് മടക്കി കൊണ്ടുപോകും. പഴയ നിയമത്തിന്റെ വിമോചകൻ. ദൈവജനം മനസ്സിലാക്കണം. മോശയാൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. ഒരമ്മാമ പെട്ടകം എടുത്തു വെച്ച അന്ന് തപ്പെടുത്ത് പാടി. ആരാ ആ പാർട്ട് ഓർമ്മയുണ്ടോ? ഇന്ന് കണ്ട മിസ്രൈമിനെ, ബാക്കി പാടുന്നില്ലല്ലോ ചേച്ചിമാര്, ഇനി കാണുകയില്ല മിര്യാം, ഇനി ആ കഷ്ടമിനി വരികയില്ലെന്ന്, ഇനി ജീവകാലത്ത് ഞങ്ങൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ വരത്തില്ലെന്ന് തപ്പെടുത്ത് മിര്യാം പാടിയിട്ട് പറഞ്ഞു. മിസ്രൈമിനോട് ഗുഡ് ബൈ പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടാൽ നിന്നെ തിരിച്ച് കപ്പൽ മടക്കി കയറ്റിക്കൊണ്ട് അടിയാട്ടിയുമായി ഞാൻ നിർത്തും. ഇതിൻ്റെ പേരാ ശാപം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് മോശയാൽ അവർ കൊണ്ടുവരുമ്പോൾ യോശുവായും കാലേബും മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് വാഗ്ദത്ത കനാനിൽ പോയിട്ട് അവർ മറുതലിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ കൈക്കൊണ്ടില്ല. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ജനം മടങ്ങി വരണം. അവരുടെ ഭ്രംശം കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ ഹല്ലേലൂയ നൈജീരിയ വരെ 110 രാജ്യത്ത് ചിതറിയ ഊതൻ മടങ്ങി വരുന്നെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താ? നാഥൻ്റെ വരവ്. ഇനി അടുത്ത കാര്യം, അന്നത്തെ കാലത്തെ ഊതൻ്റെ ഭക്ഷണം എന്തായിരുന്നു? നിങ്ങൾ മനസ്സിലാക്കണം. സ്വസ്ഥതയില്ല, പാമ്പ്, പല്ലി, ചെരുപ്പിൻ്റെ വാറ്, ഇലകൾ, ഇത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് നീ ചലിച്ചാൽ ശാപത്തിന് നീ അടിമയായി തീരും. കണ്ടോ മക്കളെ? ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞെന്താ? നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞതാ. പക്ഷേ കാൽവറിക്കകത്തെ യൂദൻ ശാപം ഏറ്റുവാങ്ങി. അന്നത്തെ ഒരു സംഭവം പറഞ്ഞു തരാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 29-ാമത്തെ വാക്യം ബൈബിളുള്ളവരെടുത്താട്ട്. ലേവ്യ പുസ്തകം 26-29 വാക്യം അന്ന് യൂദൻ ഭക്ഷിച്ചത് ലോകമറിയണമെന്താ? ലേവ്യ പുസ്തകം 26-ന്റെ 29-ാമത്തെ വാക്യം വായിക്കാം. ആ വാക്കൊന്ന് അണ്ടർലൈൻ ഇട്ടാറ്. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. അടുത്തത്, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും നിങ്ങൾ തിന്നും. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് കിടക്കുന്ന നിങ്ങളുടെ ആരാധന സഹിതം തകർത്ത് കളയും. ഇനി ദൈവമക്കൾ ഒരു മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. ഇസ്രായേൽ അന്ന് ആക്രമണം നടക്കുന്ന സ്ഥലം ആ 130 അന്നത്തെ ഒരു സംഭവം ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 പട്ടാളക്കാർ കുതിരയ്ക്കകത്ത്, ശ്രദ്ധയോടെ ഈ കാര്യം മനസ്സിലാക്കണം, 2 പട്ടാളക്കാർ കുതിരയ്ക്കകത്ത് യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടി നടക്കുക. അന്ന് പട്ടാളക്കാർക്കും പട്ടിണിയാ. അന്നൊരു സംഭവം നടന്നറിയാമോ? അവർ കുതിരയ്ക്കകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല മാംസം മറക്കുന്നതിൻ്റെ മണം അവരുടെ മൂക്കിനടിച്ചു. അവർ കുതിര അവിടെ ചവിട്ടി നിർത്തി. പട്ടാളക്കാർ പട്ടിണിയാണ്. അവർ അകത്തോട്ട് കടന്നപ്പോൾ ഒരു വീട്ടിനകത്ത് ഒരമ്മ ഇരുന്ന് നല്ല പ്ലേറ്റിനകത്തിരുന്ന് വറുത്ത മാംസം തിന്നുന്നു. ഈ പട്ടാളക്കാർ പട്ടിണിയായതുകൊണ്ട് ആ അമ്മയുടെ കയ്യിൽ നിന്ന് മാംസം പിടിച്ചു മേടിച്ചപ്പോൾ അമ്മ കരഞ്ഞിട്ട് പറഞ്ഞ കാര്യമുണ്ട്, അയ്യോ ഇത് മൃഗത്തിൻ്റെയോ മത്സ്യത്തിൻ്റെയോ മാംസമല്ല, വാ കാണിച്ചു തരാം. കാണിച്ചത് എന്താണെന്നറിയോ? 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച മകന് കഴുത്ത് ഞെരിച്ച് അമ്മ കൊന്നിട്ട് ആ ശരീരം കുട്ടുകത്തിനകത്ത് വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് വാർത്തെടുത്തിട്ട് അമ്മ ചുട്ട് തിന്നുന്ന കാഴ്ചയായി യഹൂദൻ കണ്ടത്. കരമുയരുന്നില്ലല്ലോ മക്കള്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും. അതാ സംഖ്യ ലേവ്യ പുസ്തകത്തിനകത്ത്, നിന്റെ പുത്രന്മാരുടെ മാംസം നീ തിന്നും, നിന്റെ പുത്രിമാരുടെ മാംസം നീ കഴിക്കും. AD 135 വരെ അവരുടെ ചിതറക്കം ഇങ്ങനെ ലോകരാജ്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവർക്കൊരു മടങ്ങി വരവ് വേണ്ട. യഹൂദന്റെ 1ാമത്തെ മടങ്ങി വരും ലോകമഹായുദ്ധം. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളും ചരിത്രവും. 1867 ലോകരാജ്യങ്ങളിൽ മുഴുവൻ അവൻ ചിതറിക്കിടക്കുക. 1867 ഫ്രാൻസിൽ ഒരു മിലിറ്ററി കോൺഫറൻസ് നടന്നു. ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഫ്രാൻസിൽ ഒരു മിലിറ്ററി കോൺഫറൻസ് നടന്നപ്പോൾ ലോകരാജ്യങ്ങളിലെ പട്ടാള മേധാവിമാർ മൊത്തം ആ മിലിറ്ററി കോൺഫറൻസിലുണ്ട്. അത് അന്നത്തെ കാലത്ത് ചാനലല്ല, റിപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ
പോയി. അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. അവൻ തിയോഡർ ഹെർസൺ പോയി. അവൻ ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ ഈ പട്ടാളക്കാർ മിലിറ്ററി ഫാസ്റ്റ് നടത്തുക, ഇങ്ങനെ പോവുക. പക്ഷേ അതിൻ്റെ പുറകിൽ 2-3 പട്ടാള മേജർമാർ, ഫ്രാൻസിലെ ആൾക്കാർ ആ റാലിയിൽ നിന്ന് പിടിച്ചിറക്കി റോഡിനകത്തിട്ട് അടിച്ചു കൊല്ലുന്നു. ഇവൻ ചാടി താഴത്തേക്ക് ഇറങ്ങി. അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടി ഇവരെ അടിച്ചു കൊല്ലുന്നു? ഫ്രാൻസുകാർ പറഞ്ഞത്, ഇവർ യഹൂദന്മാരാ, യേശുവിനെ ക്രൂശിക്കുക, ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന്. അപ്പോൾ ഇവനാരായിരുന്നു? തിയോഡർ ഹെർസൺ. ഈ തിയോഡർ ഹെർസൺ ഒരു യഹൂദനായിരുന്നു, ജേർണലിസ്റ്റ്. അവൻ നേരെ വന്നിട്ട് മുറിക്കകത്തിരുന്ന പേപ്പറല്ല പടപടാ വലിച്ചു കയറിക്കളഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. സ്വർഗത്തോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയോട് കരുണ കാണിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വഴിത്താരകളിൽ കിടന്ന് നായ്കളെ അടിച്ചിട്ട് കൊല്ലുന്നത് പോലെ കൊല്ലുന്നു. അയ്യോ സ്വർഗമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. 1867 ഒരു യഹൂദ എഴുത്തുകാരനായി തിയോഡർ ഹെർസൺ കരയാൻ തുടങ്ങി. അവൻ 30 പേജുള്ളൊരു ബുക്കിലെറ്റ് അടിച്ചു. 30 വർഷം പ്രാർത്ഥിച്ചു. 1-2 ദിവസമല്ല, 30 വർഷം അവൻ പ്രാർത്ഥിച്ചു. 1897 ആയപ്പോൾ ഒരു ബുക്കിലെറ്റ്, അതിൻ്റെ പേരാ സിയോൺ സംഘം, സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ലോക രാജ്യങ്ങളിൽ മൊത്തം എത്തി. 1903 വിമാനം കണ്ടുപിടിക്കുന്ന ഇന്ത്യ വരെ ആ ബുക്കിലെറ്റെത്തി. സകല യഹൂദൻ്റെ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയ്യോ, ലോകത്തിൻ്റെ 5 വൻകരകൾ ഞങ്ങൾ ചിതറിപ്പോയി, ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ദൈവമേ നിൻ്റെ കരമൊന്ന് തുറക്കണം. അതിനാസ്പദമായി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായി. ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. യഹൂദൻ്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. 1910 ബൈബിൾ റിലേറ്റഡ് ടു ഹിസ്റ്ററി. 1910 ഒരു സംഭവം നടന്നു. ശ്രദ്ധയോടെ കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം. 1900 ഓസ്ട്രേലിയ ചക്രവർത്തിയുടെ പേരാ ഫെർണാണ്ടോ, ഭാര്യയുടെ പേരാ സോഫിയ. അവരെവിടെ പോയെന്നറിയാമോ? ഓസ്ട്രേലിയയിൽ നിന്ന് സെർബിയയിൽ ഒരു എക്സിബിഷൻ നടക്കുന്ന കാണാൻ പോയി. തമിഴ്നാട്ടിൽ തൂത്തൂരി പോകുന്ന പോലെ എക്സിബിഷൻ കാണാൻ പോയപ്പോൾ ഓസ്ട്രിയയുടെ ബോർഡറിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി ആരോ. വാഹനത്തിനകത്തേക്ക് 2 കല്ലുകൾ വീണു. അതിനകത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു വ്യക്തി ആ സമയത്ത് മുറിവേറ്റു. തീർന്നില്ല, എക്സിബിഷൻ നടന്നില്ല. ഇവർ നേരെ സെർബിയയിൽ ആശുപത്രി പോയി. ഈ ഫ്രണ്ടിലിരുന്ന വ്യക്തിയെ ആശുപത്രി കയറ്റിയപ്പോൾ ഒരു സംഭവം നടന്നു. ഫെർണാണ്ടോ രാജാവിന് ആശുപത്രിയിൽ വെച്ച് ആരോ കുത്തിക്കൊന്നു. ലോകം 2 ചേരിയിലായി കഴിഞ്ഞു. സോഫിയ രക്ഷപ്പെട്ടു, ഫെർണാണ്ടോ കുത്തേറ്റ് മരിച്ചു. ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. ആ സമയത്ത് ഓസ്ട്രിയ ആരുടെ കൂടെ? ബ്രിട്ടൻ്റെ കൂടെ. സെർബിയ ആരുടെ കൂടെ? ജോർദാൻ പിന്നെ ജർമ്മനിയുടെ കൂടെ. 1914 വരെ ചെറിയ പടലപ്പിണക്ക്. 1914 ഇതിനെ ബേസ് ചെയ്ത ആദ്യത്തെ യുദ്ധം വരുന്നത്. ലോകം 2 ചേരിയിലായി. കർത്താവിൻ്റെ വരവും ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിലെ വൻ ശക്തിയാ ബ്രിട്ടൻ, മറ്റൊരു ശക്തിയാ ജർമ്മനി. അന്നത്തെ കാലത്ത് ബ്രിട്ടൻ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഈ ജർമ്മനിയുടെ കപ്പൽപ്പട എവിടെ വന്നെന്നറിയാമോ? ജർമ്മനിയുടെ കപ്പൽപ്പട ബ്രിട്ടൻ്റെ സമുദ്രത്തിൽ വന്നു. 48 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രിട്ടനെ ലോക ചരിത്രത്തിൽ നിന്ന് തീർക്കുമെന്ന് ജർമ്മനി അന്നത്തെ കാലത്ത് പറഞ്ഞു. ബ്രിട്ടൻ്റെ 4 നേതാക്കളുടെ പേരാ. ഒന്ന്, അന്നത്തെ ബ്രിട്ടൻ്റെ ചക്രവർത്തിയുടെ പേരാ ഡേവിഡ് ലോയൻ ജോർജ്. രണ്ടാമത്തെ ബ്രിട്ടൻ്റെ കമാൻഡറിൻ്റെ പേരാണ് ഏറ്റവും നിർണായകമായ ഡേവിഡ് അലൻബി. 3, ബ്രിട്ടൻ്റെ ഗവർണറിൻ്റെ പേരാ ആർതർ ബാൽഫോർഡ്. 4, ബ്രിട്ടൻ്റെ ഒരു സർവകലാശാല ഉണ്ട്, മാഞ്ചസ്റ്റർ സർവകലാശാല. അവിടെ പരീക്ഷണം നടത്തുന്ന ഒരു യഹൂദനുണ്ട്. അവൻ്റെ പേര് ഡോക്ടർ ജിയാം വൈസ്മാൻ. കേൾക്കണേ, ഈ ബ്രിട്ടൻ്റെ കടലിന് ചുറ്റും ജർമ്മനിയുടെ കപ്പൽപ്പട വന്നു. 48 മണിക്കൂർ കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ബ്രിട്ടൻ കാണത്തില്ല. അവരുടെ ആശകൾ അറ്റുപോയി. അന്ന് ഈ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിൽക്കുന്ന യഹൂദനായിരുന്ന ജിയാം വൈസ്മാൻ ഒരു കാര്യമുണ്ടാക്കി. സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് TNT, ട്രൈനൈട്രോടോളുമിൻ. പക്ഷേ ഇത് കടത്താൻ ഒരു മാർഗം അറിയത്തില്ല. കൊട്ടാരത്തിനകത്തേക്ക് യഹൂദ ശാസ്ത്രജ്ഞനായ ആരെ വിളിച്ചെന്നറിയാമോ? ജിയാം വൈസ്മാനെ വിളിച്ചു. ജിയാം വൈസ്മാനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അല്ലയോ യഹൂദ ശാസ്ത്രജ്ഞ, 48 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൽ കാണത്തില്ല. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയൂ. ശാസ്ത്ര പുസ്തകങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് ആറ്റമിൻ്റെ ആദ്യത്തെ മാതൃഘടനയായ സംഭവമായ ട്രൈനൈട്രോടോളുമിൻ ബ്രിട്ടൻ്റെ ആയുധശാലകളുണ്ട്. സമുദ്രത്തിനകത്ത് കടത്തുവാൻ
ഒന്നുമില്ല. രാജാവിൻ്റെ വാക്ക് 3 പേരുടെ വട്ടമേശ സമ്മേളനത്തിനകത്ത് ഇന്ന് രാത്രി വചനമേറ്റെടുത്തോണം. ഡേവിഡ് ലോയൻ ജോർജും ആർതർ ബാൽഫോർഡും അലൻബിയും പറഞ്ഞ യഹൂദ, നീ വിചാരിച്ചാൽ ചില കാര്യം നടക്കും. അതുകൊണ്ട് നീ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. ചെയ്യാം വൈസ്മാൻ നേരെ എവിടെ വന്നു? സർവകലാശാലയിൽ വന്നു. എങ്ങനെയെങ്കിലും ഈ ട്രൈനൈറ്റോ ടൊളിവിൻ ജർമ്മനിയുടെ കപ്പൽപ്പട തറക്കണം. അവൻ്റെ ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം അവൻ നിരത്തി വെച്ചു. പക്ഷെ അതിനകത്തൊന്നും മറുപടിയില്ല. അവസാനം വിശുദ്ധ ബൈബിളിലേക്ക് അവൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി പറ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവിൽ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഒരു വാക്യം കൊടുത്തു. ബൈബിളിനകത്തുണ്ടോ? 1-ാം ലോക മഹായുദ്ധത്തിനകത്ത് ഇസ്രയേലിന്റെ മടങ്ങി വരവിന് പിൻപിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ വചനം. വായിച്ചാട്ട് മക്കളെ, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഇയ്യോബ് ചാപ്റ്റർ 38, 22-23 വാക്യങ്ങൾ വായിക്കാം. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും, ഞാൻ അതിനെ കഷ്ടകാലത്തേക്ക്, പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു. ഇന്ന് രാത്രി കേട്ടോണ, ഹിമത്തിന്റെ ഭണ്ഡാരം ഐസ് ക്യൂബ്. ഇത് വായിച്ചപ്പോൾ അവന്റെ തലയങ്ങ് കത്താൻ തുടങ്ങി. എന്താ ഈ ഐസ് ക്യൂബിനകത്ത് ട്രൈനൈറ്റോ ടൊളിവിൻ കയറ്റി വിട്ടാൽ കടലിന്റെ അകത്ത് കിടക്കുന്ന ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ തകർക്കാം. ശ്രദ്ധയോടെ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? നീ കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പട്ടയമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു. എഴുതിയത് സാധാരണ പുള്ളിയല്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? 48 മണിക്കൂർ ചെയ്യാൻ വൈസ്മാൻ്റെ മുൻപിൽ സമയമുള്ളൂ. ലോകത്തിൻ്റെ ചരിത്രവും ബൈബിളും ഇന്ന് രാത്രി കേൾക്കണം. അവിടുത്തെ ബ്രിട്ടനിൽ ഐസ് ഫാക്ടറി എല്ലാം ഓണാക്കി 24 മണിക്കൂർ കൊണ്ട് ഐസ് റെഡിയാക്കി. ഐസിൻ്റെ ക്യൂബിനകത്ത് ട്രൈനൈറ്റോ ടൊളിവിൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് എറിയുന്ന ഗ്രനേഡ് പോലെ പുതപ്പിച്ചു. അതിനെ വെച്ചിട്ട് എന്തോ ഇതെന്നറിയാമോ? കടലിനകത്തുകൂടി ഈ ഐസ് കട്ടകൾ ഒഴിക്കാൻ തുടങ്ങി. ജർമ്മനിയുടെ റഡാർ കടലിൽ ഐസ് കട്ട കാണാൻ പറ്റത്തില്ല. ഡോക്ടർ ചിയാം വൈസ്മാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? ബൈനോക്കുലറിനകത്തുകൂടെ ഈ കടലിനകത്ത് പായുന്ന ഐസ് കട്ടകൾ നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ ടെലിവിഷൻ ചാനൽ റിമോട്ട് മാറ്റുന്നത് പോലെ തൻ്റെ പരിവേഷശാലയിൽ വെച്ചിട്ട് ഒരു കാര്യം ചെയ്ത്, എന്താ ഈ ഐസ് ക്യൂബുകൾ ജർമ്മനിയുടെ കപ്പൽ പടക്കകത്തെത്തിയപ്പോൾ ഇദ്ദേഹം റിമോട്ട് ഞെക്കുവാനിടയായി. 8ഓളം യുദ്ധക്കപ്പലുകൾ എന്തോ ചെയ്തെന്നറിയാമോ? അവിടെ തകർന്ന് വീഴുവാനിടയായി തീർന്നു. ജർമ്മനിയുടെ കപ്പൽ പട തകർന്നു. 1-ാം ലോക മഹായുദ്ധത്തിനകത്ത് ബ്രിട്ടൻ ജയിക്കുവാനിടയായി. കരമുയർത്തിയാട്ട് ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയല്ല, ട്രൈനോൾട്ടിന്റെ മഴുകത്തമല്ല. ഇന്ന് രാത്രി 1-ാം ലോക മഹായുദ്ധത്തിനകത്ത് യഹൂദന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രവർത്തിച്ചത് ദൈവത്തിന്റെ വചനത്തിന്റെ കരം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സാധാരണ എഴുത്തുകാരനല്ല ഇയ്യോബ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കൾക്ക് ഒരു കാര്യം മനസ്സിലാകണം. ഓസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. മിണ്ടുന്നില്ലല്ലോ. ആ ഭാര്യ, ആടുമാടുകൾ, 10 കുഞ്ഞുങ്ങൾ, ഇതെല്ലാം പോയി. ആടുമാടുകൾ നഷ്ടപ്പെട്ടു, 10 കുഞ്ഞുങ്ങൾ പോയി. ആകെ ഇയ്യോബിനെ എവിടെ കൊണ്ടിരുത്തിയെന്നറിയാമോ? സൗണ്ട് സിസ്റ്റവും പരസ്യോഗത്തിൻ്റെ മൈക്കെല്ലാം പറ്റും. ഇപ്പം അവൻ എന്താണെന്നറിയാമോ? ഓട്ട് കഷ്ണം പോലെ ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യ കൂടെയുള്ള ശുശ്രൂഷകർക്ക് എലിബസിനും ബിന്ദാദിനുമൊക്കെ എന്താ കൊടുക്കുന്ന? ചായ ഇട്ട് കൊടുക്കുന്ന. അച്ഛനെ കളിയിൽ കിടത്തിയിരിക്കുക. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കർത്താവ് വരത്തൊന്നുമില്ല. അപ്പോൾ ഇയ്യോബ് പ്രത്യാശയോടെ ഒരു കാര്യം പറഞ്ഞ, അച്ചായ, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. സാത്താൻ ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിൽ പോകുന്ന ഉയരത്തിലെത്തി. അപ്പൊ സ്വർഗം ചോദിച്ചത് കരമന കളിക്കാവുള്ള ഹൈവേ വന്നോന്നല്ല. ഹല്ലേലൂയ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ 2ാമത് വന്നോന്നല്ല. സഖാവ് പിണറായി വിജയൻ ഭരണത്തിൽ വന്നതല്ല. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ പേരുള്ള പലർക്കും അവിടെ കാണത്തില്ല. എന്നാൽ ഭാര്യ വെറുത്താട്ടെ, മക്കൾ കുറ്റം പറഞ്ഞാട്ടെ, ആടുമാടുകൾ തകരട്ടെ,
പറയട്ടെ, നിന്റെ ശരീരം ഓട്ട് കഷ്ണമെടുത്ത് പരിക്കൽ നിറഞ്ഞാൽ വചനത്തെ അറിയുന്നവനെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി അമ്മച്ചി നിന്നെ ആരും കാണത്തില്ല, അച്ചായ ആരും കാണത്തില്ല. എന്നാൽ രാത്രിയുടെ യാമത്തിനകത്ത് മുട്ടുമടക്കി നിലവിളിക്കുന്ന നിന്നെ പറ്റി സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവൻ്റെ വായ്ക്കകത്ത് ലോകത്തിലെ 100 കണ്ടുപിടുത്ത പരിശുദ്ധാത്മാവ് ഈ യോബിൽ കൂടി രേഖപ്പെടുത്തിയത്. ഇനിയുള്ള കാര്യം ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ യുദ്ധത്തിനകത്ത് ആര് ജയിച്ചെന്നറിയാമോ? ബ്രിട്ടൻ ജയിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ബ്രിട്ടനിലെ കാരെ കൊണ്ടുപോയി, ഈ കൊട്ടാരത്തിലെ കാരെ കൊണ്ടുപോയെന്നറിയാമോ? ഈ നമ്മുടെ ചിയാം വൈസ്മാനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് 3 പേര് അവരോട് ചോദിച്ചു, അലൻ ബി, ഡേവിഡ് ലോൻഷോർ, ആർദൽ ബാൽബോഡി ചോദിച്ചു, യഹൂദ ശാസ്ത്രജ്ഞ, നീയാ ഞങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി ജയം തന്നത്, നിനക്കെന്തോ മറുപടി വേണം. ആ സമയത്ത് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാന്നേ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു വിസയും വോൾവോയും വേണമെന്ന്. സ്വോത്രം. അതല്ല ചിയാം വൈസ്മാൻ പറയും, സാറേ ഞങ്ങളുടെ ജനം കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ചെതറിക്കിടക്കുക, ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരവസരം തരണം. സ്വോത്രം. അവരുടെ വംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ചെറുപ്പക്കാരെ, 1917 നവംബർ 11 സെക്കൻഡ് ബ്രിട്ടൻ്റെ ഗവർണറിൻ്റെ പേര് ആർതർ ബാൽഫോർഡ്. അവൻ എഴുതിയ വിളംബരമാ ബാൽഫോർഡ്. യഹൂദന് മടങ്ങി വരാൻ രാജ്യം കിട്ടിയില്ല, അവന് മടങ്ങി വരാനുള്ള കോളനി. സ്വോത്രം. മത്തായി 21 വരുമ്പോൾ പ്രഭാതത്തിൽ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു ഒരത്തിയെ കണ്ടു. അത്തിക്കകത്ത് ഫലമില്ല. യേശു പറഞ്ഞു, ഇത് ഉണങ്ങിപ്പോകട്ടെ. ക്ഷണത്തിൽ ഉണങ്ങിപ്പോയെങ്കിൽ ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ അത്തിച്ചെടി കുഴിച്ചു വെച്ചെങ്കിൽ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലിയ പ്രവചനത്തിൻ്റെ 1-ാമത്തെ ഭാഗം, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം, മരിച്ചവരുടെ ഉയർപ്പ്. ഇനി ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. കൊച്ചി മട്ടാഞ്ചേരി മുതൽ അവർ ചിതറിക്കിടക്കുക. 1910 മാരാമണ്ണിൽ ഒരു കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷൻ നടക്കുമ്പോൾ മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷൻ വന്ന പ്രാസംഗികൻ ആരാന്നറിയാമോ? ജോൺ ടി വാക്കർ. അദ്ദേഹം മാരാമൺ മണപ്പുറത്ത് വെച്ച് ഒരു കാര്യം പറഞ്ഞ്, യഹൂദൻ മടങ്ങി വരും. ആരും വിശ്വസിച്ചില്ല. അന്നത്തെ ഒരു വചനമെടുത്ത മാരാമണ്ണിൽ പ്രസംഗിച്ചത് വായിക്കാം. എസെക്കേൽ പ്രവചനം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1910 മാരാമൺ കൺവെൻഷന്റെ മുഖ്യ സന്ദേശം വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് വായിച്ചമോളെ. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോണം. കർത്താവിന്റെ മടങ്ങിവരവാ പ്രസംഗിക്കുന്നത്. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങി നൈജീരിയയിൽ നിന്ന് ശേഖരിച്ച്, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമൊന്ന് ഉയർത്തിയാട്ടെ. 1-ാം ലോകമഹായുദ്ധത്തിൽ ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷന്റെ ഫലമായി രാജ്യം കിട്ടിയില്ല, അത്തിച്ചെടി കുഴിച്ചു വച്ചു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. കരമുയരുന്നില്ലല്ലോ. ആരൊക്കെ നിന്നെ വെട്ടിയാലും, നിലത്ത് കുറ്റി കെട്ടുപഴകിയാലും, വേർകെട്ടുപോയാലും, കണ്ണുനീരിൻ്റെ ഗന്ധം കൊണ്ട് അതിനെ പൊട്ടി പുറത്തു കൊണ്ടുവരുവാ. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. കുറ്റിക്കാട്ട് ആരൊക്കെ നിന്നെ വെട്ടിയാലും, ആരാധിക്കുന്ന നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ചാലും, നാട്ടുകാർ പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന്. പക്ഷേ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി യഹൂദന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി 1-ാം ലോകമഹായുദ്ധത്തിനകത്ത് 5 ലക്ഷത്തോളമല്ല കോടിയോളം പേർ മരിച്ചു വീണു. അന്നൊരു സംഘടന വന്നു. ആ സംഘടനയുടെ പേരാ ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. എന്നാൽ ഇന്ന് രാത്രി അവിടെ ഒരു സംഘടന വന്നെങ്കിൽ 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ മറ്റൊരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. എന്നാൽ ഇന്ന് രാത്രി ഇനി വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഘടന വരും. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള രാജാവ് എഴുന്നേൽക്കാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് ഒരുവൻ മധ്യാകാശത്തിൽ വരാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. യേശു
പോയതുപോലെ മടങ്ങി വരും. ഇന്ന് രാത്രി എള്ളുവിളെ കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി എള്ളുവിളയെ കുറ്റിക്കാടെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നില്ല, ഒന്നേകാലില്ല, രണ്ടില്ല, ഏകനാമം യേശുവിൻ്റെ നാമം. 2023 കൺവെൻഷൻ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ് ഇന്ന് രാത്രി സ്വീകരിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായില തളിർക്കുമ്പോൾ വേനലടുത്തുവല്ലോ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ യഹൂദന് കാൽ ചവിട്ടുവാൻ ഒരു ദേശം കിട്ടി, രാജ്യമായില്ല. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം, മരിച്ചവരുടെ ഉയർപ്പ്. നമ്പർ 1 കാസ്റ്റിംഗ് ഓഫ് ദ ഇസ്രായേൽ. ദ സെക്കൻഡ് വൺ ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ. ദ തേർഡ് വൺ റാപ്ചർ ഓഫ് ചർച്ച്. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായില തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരു 3-ാം ലോകമഹായുദ്ധം വരാൻ പോകുന്നു. അതിനെ ബേസ് ചെയ്ത ഈ രാത്രിയിലെ പ്രസംഗം 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചു. 1 അത്തി, അവൻ്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 മുന്തിരി, അവൻ്റെ സൗന്ദര്യം. ഏറ്റവും നിർണായകമായി മുന്തിരി അവൻ്റെ ആത്മീയം. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3-ാമത് അവൻ്റെ സൗന്ദര്യം. ഏറ്റവും നിർണായകമായി സങ്കീർത്തന 128:1 യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. 3 മരങ്ങൾ. 1 അത്തി രാഷ്ട്രീയം, 2 മുന്തിരി ആത്മീയം, 3 ഒലിവ് സൗന്ദര്യം. ഇന്ന് രാത്രി അത്തിവൃക്ഷം തളിർക്കണം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. 1-ാം ലോകമഹായുദ്ധത്തിൽ രാജ്യം കിട്ടിയില്ല, അവന് മടങ്ങി വരുവാൻ കോളനിവാസം. ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ തലമുറയിൽ കർത്താവ് വരാൻ പോവുക. അങ്ങനെയെങ്കിൽ 2-ാം ലോകമഹായുദ്ധം. ലോകം 1917 ശേഷം ബാൽബോർഡ് വിളംബരത്തിന് ശേഷം ഒരു സംഭവം നടന്നു. അവർ ആദ്യമായി കോളനിവാസം, രാജ്യം കിട്ടിയില്ല. 2-ാമത് ഇവിടെ ലോകത്തെ നടുക്കിക്കൊണ്ടൊരു വിഷയം വന്നു, 2-ാം ലോകമഹായുദ്ധം. ശ്രദ്ധയോടെ ബൈബിളിലേക്ക് 1939 മുതൽ 45 വരെ ലോകം 2 ചേരിയിൽ പോയി. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അമേരിക്ക. അവരോട് എതിർത്ത് നിൽക്കുന്നത് ജപ്പാനാ. പക്ഷേ അന്നത്തെ കാലത്ത് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ജയം കൊയ്യാൻ വയ്യ. അന്നാദ്യമായി ലോകത്തിൽ ആറ്റമായുധം. എന്താ ശ്രദ്ധയോടെ ഇതും ചെയ്തത് ഒരു യഹൂദൻ്റെ സൃഷ്ടി, ആറ്റമായുധം. അമേരിക്കയിലെ ഒരു പരീക്ഷണശാല. അവിടുത്തെ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ പേര് ഹാരി എസ് ട്രൂമാൻ. ചെറുപ്പക്കാരുള്ള ശ്രദ്ധയോടെ കേൾക്കണം. PSCക്ക് വരുന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ ആയതല്ല. ഹാരി എസ് ട്രൂമാൻ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ 80 ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തുക, ആറ്റം പൊട്ടിക്കുവാൻ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുക, അമേരിക്കയുടെ ആറ്റമായുധമില്ല. അന്ന് ഹാരി എസ് ട്രൂമാൻ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ആറ്റത്തിൻ്റെ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മിസ്റ്റർ ടിക്കോ ഫെർമി. വിളിച്ചിട്ട് പറഞ്ഞ്, യഹൂദ ശാസ്ത്രജ്ഞ, എന്തെങ്കിലും രക്ഷ ഉണ്ടാകേ പറ്റത്തുള്ളൂ. യവനൊരു നിരീശ്വരവാദിയാ. ആ സമയത്ത് അവൻ 1-ാം ലോകമഹായുദ്ധം റിവൈസ് ചെയ്തു. 1-ാം ലോകമഹായുദ്ധത്തിനകത്ത് ആർതർ ബാൽബോർഡിൻ്റെ വിളംബരത്തിന് പിൻപിൽ യഹൂദ ശാസ്ത്രജ്ഞനായ ടി.എം. വൈസ്മാനെ കൊണ്ട് ബൈബിൾ തുറന്നപ്പോഴാ അഥവാ ഗ്രനേഡ് കടത്താൻ ഈ ഐസ് ക്യൂബ് കണ്ടുപിടിക്കാനിടയാകും. അപ്പം നിരീശ്വരവാദിയായ ആരാണെന്നറിയാമോ? ടിക്കോ ഫെർമി രാജാവിൻ്റെ ഭരണത്തിൻ്റെ തന്ത്രം കൊണ്ട് എവിടെ വന്നു? വീട്ടിൽ വന്നിട്ട് ഇതുവരെ തൊടാത്ത ബൈബിൾ അവൻ തൊടുവാനിടയായി തീർന്നു. സ്വോത്രം. എന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇത് സ്വർഗീയ രാജാവിൻ്റെ തിരുവെടുത്ത. ഇനി കുഞ്ഞു വായിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അന്ന് രാത്രിയിൽ അവൻ ആദ്യമായി ബൈബിൾ എടുത്ത് വായിച്ചു. ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് തുറന്നു.
ആറ്റത്തെ പൊട്ടിക്കുവാൻ കഴിയുമോ? ഒരാറ്റത്തിന് 3 ഘടകമുണ്ട്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആ ആറ്റത്തെ പൊട്ടിക്കുവാൻ കഴിയുമോ? അന്ന് അവനെ കൊണ്ട് സ്വർഗം ഒരു വാക്കെടുപ്പിച്ചു. 2ാം ലോകമഹായുദ്ധം ദൈവത്തിൻ്റെ കരം ഇതിനകത്തും യഹൂദന് വേണ്ടി ഇറങ്ങി വന്നു. 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വാക്യം ബൈബിൾ ഉള്ളവർക്ക് തുറക്കാം. 2 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 10 വായിച്ചാട്ട് മോളെ. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസം വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇത് പെന്തിക്കോസുകാരെല്ലാം കേട്ടോണം. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. സ്തോത്രം. നമ്മളിപ്പോൾ ഇന്ന് വരും നാളെ വരുമെന്നിരിക്കുക. കള്ളൻ വരുന്നത് മൊബൈൽ അടിച്ചിട്ടല്ല. അതുപോലെ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. സ്തോത്രം. സമയത്തും അസമയത്തും നാം ഒരുക്കമുള്ളവരായിരിക്കണം. അടുത്തതാ ആറ്റം എങ്ങനെ പൊട്ടുമെന്ന് ബൈബിളിനകത്ത് വായിച്ചിട്ട് മക്കളെ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. മൂലപദാർത്ഥം മലയാളം ഒരു പദാർത്ഥത്തിന്റെ ചെറിയ കണികയുടെ പേരാ ആറ്റം. ആറ്റം കത്തുമെന്ന് ആർക്ക് പിടികിട്ടി? പത്രോസ്ലീഹയുടെ ലേഖനം വായിച്ചു. ഈ ചെറുപ്പക്കാരൻ ടിക്കോവർമി ഉണ്ടല്ലേ, നേരെ എവിടെ പോയി? രാത്രി പരീക്ഷണശാലയിൽ പോയി. പകലും 40, രാത്രി 40 പേരാ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ആറ്റം പൊട്ടിക്കാൻ പരീക്ഷണം നടത്തുന്നത്. ഈ 80 പേരെയും വിളിച്ചു കൂട്ടി. അന്ന് ബൈബിൾ വായിച്ചപ്പോൾ അവന് പിടികിട്ടി ആറ്റം പൊട്ടുമെന്ന്. അന്നൊരു സംഭവം നടന്നു. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? ആദ്യമായി പ്രോട്ടോണും ന്യൂട്രോണും മാറ്റിയിട്ട് ഇലക്ട്രോണിൻ്റെ നടുവിൽ നിന്ന് ഇലക്ട്രിക് സപ്ലൈ അതിനകത്ത് കയറ്റി കൊടുത്തു. തന്മാത്രയ്ക്കകത്ത് സംഭവിച്ചത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. നാളുകളായിട്ട് ആറ്റത്തെ പൊട്ടിക്കാൻ അറിയാത്തവൻ ആദ്യമായി ഇലക്ട്രിക് ചാർജിങ്ങിൽ കൂടി ആറ്റത്തെ പൊട്ടിച്ചു. യൂണിവേഴ്സിറ്റി പൊട്ടി. 40 പേർ അവിടെ തന്നെ വീണ് മരിച്ചെന്ന ചരിത്രം. ഈ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊട്ടലിൻ്റെ നടുവിൽ നിന്ന് ഒരുവൻ ഒറ്റച്ചാട്ട്, ബാക്കി കുറച്ച് പേര് തീ പിടിച്ചവരും കൂടെ ചാടി. എന്നിട്ട് മിസ്റ്റർ ടിക്കോവർമി അവിടെ വെച്ച് ഇങ്ങനെ ബൈബിൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു. കരമുയർത്തുന്നവർക്കായി ആദ്യമായി ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് 1945 അമേരിക്കയിൽ വെച്ച് യഹൂദ ശാസ്ത്രജ്ഞനായ ടിക്കോവർമി. ഇനി ബാക്യം കേൾക്കണം, ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 45 ഇത് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താ? 45 ഓഗസ്റ്റ് 6-8 2 ആറ്റമായുധങ്ങൾ. ഏതാ പ്ലൂട്ടോണിയം, അത് കഴിഞ്ഞ് യുറേനിയം 2 ബോംബുകൾ. ഓഗസ്റ്റ് 6-8 ദിവസങ്ങളിൽ എവിടെ കൊണ്ടിട്ടു? ജപ്പാന്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ടു. ഹിരോഷിമ, നാഗസാക്കി. 1.5 ലക്ഷം പേരാ മരിച്ചുപോയത്. 2 വിമാനങ്ങൾ, എനാഗുളയും ബോക്സ്കാറും. 2ാം ലോക മഹായുദ്ധത്തിനകത്ത് ആര് ജയിച്ചെന്നറിയാമോ? അമേരിക്ക ജയിച്ചു. അമേരിക്ക വെന്നിക്കൊടി നാട്ടിയപ്പോൾ യഹൂദ ശാസ്ത്രജ്ഞനായ ആരെ വിളിച്ചെന്നറിയാമോ? സ്വോത്രം ടിക്കോവർമയെ വിളിച്ചു. വിട്ട സഹോദര, ഈ യുദ്ധത്തിൽ നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളെടുത്ത ബൈബിളും നിങ്ങളുടെ ടെക്നോളജി ജയിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് മറുപടി വേണം? അപ്പോൾ ആ യഹൂദൻ പറഞ്ഞതാ, ലോകത്തിൻ്റെ 5 വൻകരകൾ ഞങ്ങൾ ചെതറിക്കിടക്കുക സാറേ, ഞങ്ങൾക്ക് കാൽ ചവിട്ടാനൊരു ദേശമില്ല. അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്തേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണം. 2ാം ലോക മഹായുദ്ധം 1948 യുദ്ധം കഴിഞ്ഞ് 3-ാം വർഷം ജെറുസലേമിൻ്റെ മണ്ണിലേക്ക് യഹൂദൻ മടങ്ങി തുടങ്ങി. കരമുയർത്തുന്നവർക്കായി അന്ന് ഡേവിഡ് ബെൻ ഗൂറിയോൻ നിലവിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ്. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. ദ നെക്സ്റ്റ് വൺ, പൗലോസ്ലീഹ. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. ഇസ്രായേൽ 1948 സ്വാതന്ത്ര്യമായി. അതിൻ്റെ തലേ വർഷം ഇന്ത്യയും സ്വാതന്ത്ര്യം നേടി. 1947 മെയ് 15. ആ കാലത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. അത് കഴിഞ്ഞ് അവരുടെ അംഗീകാരം മരിച്ചവർ എപ്പോൾ ഉയർക്കും? 48 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. ആകെ അന്നൊരു 3 ലക്ഷം ജനമെങ്ങാണ്ടേ ഉള്ളു. 49 48 കഴിയുമ്പോൾ 45 കഴിയുമ്പോൾ ഒരു സംഘടന വന്ന് യുണൈറ്റഡ് നേഷൻസിൽ 3 ലക്ഷം പേരുള്ള ഈ യഹൂദൻ ചെന്നിട്ടൊരു കത്ത് കൊടുത്ത്, സാറേ ഞങ്ങളെ ചേർക്കണമെന്ന്. സ്വോത്രം. അമേരിക്കക്കാരൻ പറഞ്ഞ് അവനെ ചേർക്കരുത്, കുഴപ്പക്കാരനാ. സ്വോത്രം. അന്ന്
റഷ്യക്കാരന്മാർ 4 ലക്ഷം അർമീനിയക്കാരെ ഇസ്രയേലോട്ട് അടിച്ചിറക്കി. കേട്ടോണേ, ഈ അർമീനിയക്കാരവിടെ വന്ന് 7 ലക്ഷം ജനസംഖ്യയായി. 49-ൽ ഇന്ത്യ പോലും കയറുന്നതിന് മുമ്പ് UN-നകത്ത് ഇസ്രയേൽ രംഗപ്രവേശം ചെയ്തു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് കരമുയർത്തുന്നവർക്കായി കൂടെ നിന്ന് അമേരിക്ക കൈവിട്ടപ്പോൾ റഷ്യയിൽ നിന്ന് 4 ലക്ഷം അർമീനിയക്കാരെ കയറ്റിക്കൊണ്ട് 49-ൽ ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിനകത്ത് ആരംഗമായി റഷ്യയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ അംഗമായി. എൻ്റെ നാഥൻ്റെ വചനത്തിൻ്റെ നിവർത്തി, മരിച്ചവരുടെ ഉയർപ്പ്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. ഇന്ന് രാത്രി ബാക്കി കേട്ടോണേ, പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. 2ാം ലോക മഹായുദ്ധം നടന്നപ്പോൾ തിരുവല്ലായിൽ വാരിക്കാട്ടൊരു കൺവെൻഷൻ കേൾക്കണം. IPCയുടെ സ്ഥാപക നേതാക്കളിലൊരായ പാസ്റ്റർ KE എബ്രഹാം തിരുവല്ല വാരിക്കാട്ട് ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ചു. യഹൂദൻ മടങ്ങി വരും, രാഷ്ട്രം നേടുമെന്ന്. അന്ന് ജപ്പാൻ മുന്നേറുന്നെന്ന് പത്രവാർത്ത മനോരമയുണ്ട്. ഈ അപ്പച്ചനോട് രാവിലെ ചെന്നിട്ടേ ആൾക്കാർ പറഞ്ഞുകൊണ്ട്, അപ്പച്ചൻ എന്തൊരു വിട്ടിത്തരാ പറയുന്നത്, യഹൂദൻ മടങ്ങി വരുമോ, ഈ ജപ്പാൻ്റെ അമേരിക്ക തകർക്കോ, പിന്നെ രക്ഷയില്ല. അന്ന് അപ്പച്ചൻ പ്രസംഗിച്ച ഒരു ഭാഗം, ആ അപ്പച്ചൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിനകത്തുണ്ട് യവൻ മടങ്ങി വരും. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഈ തിരുവചനത്തിന് യാതൊരു മാറ്റവുമില്ല. അന്ന് ആ അപ്പച്ചൻ പ്രസംഗിച്ചത് IPCക്കാർ കേട്ടോണേ, അവരും മറന്നിരിക്കുക. യെസക്കേൽ പ്രവചനം 37-ാം അധ്യായം 5-6 യഹൂദൻ്റെ മടങ്ങി വരവ് വായിച്ചോട്ടെ. യെസക്കേൽ 37:5-6 യഹൂദൻ്റെ മടങ്ങി വരവ് വായിച്ചോട്ടെ മോളെ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. 45-ൽ വാരിക്കാട്ട് വെച്ച് IPCയുടെ സ്ഥാപക നേതാക്കൾ ഒരാളെ പാസ്റ്റർ KE എബ്രഹാം പ്രസംഗിച്ച വാക്ക ഇന്ന് കുറ്റിക്കാട് കൺവെൻഷനിൽ ഞാനും പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, താഴ്വരയിലേക്ക് എസക്കേലിനെ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ കാണിച്ചുകൊണ്ട്, നിഗതന്മാരെ ഇതിൻ്റെ മേൽ കാറ്റടിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. എസക്കേൽ 37:5-6 വായിച്ചോട്ടെ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. തകർന്ന യഹൂദനിൽ ഞാൻ ശ്വാസം വരുത്തും. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. കരമുയർത്തിയാട്ടെ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ശാപമേറ്റ യഹൂദൻ 48 മെയ് 14 അവൻ മടങ്ങി വന്നു. താഴ്വരയിലേക്ക് സ്വർഗത്തിലെ ദൈവം എസക്കേലിനെ കൊണ്ടുപോയി. അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. എസക്കേലോട് ചോദിച്ചു, യഹൂദൻ മടങ്ങി വരുമോ? എസക്കേൽ മിണ്ടിയില്ല. അവൻ്റെ മേലൊരു കാറ്റടിക്കും. നിഗതന്മാരെ, ഈ കാറ്റ് വരുമ്പോൾ ഈ അസ്ഥികൾ എഴുന്നേൽക്ക്. 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. ഇന്ന് രാത്രി ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഏറ്റവും നൂതനമായ അന്ത്യകാല പ്രഭാഷണം. 1ാം ലോക മഹായുദ്ധം, അനവധി പേർ മരിച്ചു. ഇനി യുദ്ധം വേണ്ട. ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോക മഹായുദ്ധം, ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. 2 സംഘടനയും പോയി. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസും കാര്യമില്ല. അന്ന് യെശയ്യാവ് പറഞ്ഞൊരു പ്രവചനത്തിൻ്റെ നിവർത്തി, യഹൂദൻ ആഗോള വ്യാപകമായി മടങ്ങി വരാൻ പോകുന്നു. 3ാം ലോക മഹായുദ്ധം. വായിക്കാം യെശയ്യാ പ്രവചനം 11:12. നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കണം. സ്വോത്രം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങളാരും ഇന്ന് ഇപ്പം ഞാനൊരു കാര്യം പറയാൻ നേരത്തെ പറയേണ്ടായിരുന്നു, മറന്നുപോയി. ഇന്ന് ഞങ്ങളുടെ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളുടെ ഈ പാട്ടുപുസ്തകവും ഇല്ല, ഉപദേശിമാരുടെ കൈ ബൈബിളും ഇല്ല. സ്വോത്രം. ഇന്ന് മൊബൈലും ടാബുമായി. ചെറുപ്പക്കാരെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ മൊബൈലിനകത്ത് ഡേറ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇത് തരുന്ന BSNL അല്ല, ഐഡിയ അല്ല, വോഡാഫോൺ അല്ല, ഇസ്രയേലിലെ 3 കമ്പനികളാണ്. IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്. ഇപ്പോഴേ അവന് തലയ്ക്ക് ചൂടായിരിക്കുക. ഏതെങ്കിലും സമയത്ത് പി സൂര്യാൻ
നമ്മുടെ ഫേസ്ബുക്കും പോയി, യൂട്യൂബും പോയി, വാട്സപ്പും പോയി. സ്വോത്രം. മലയങ്കാവ് ട്രാൻസ്ഫോമർ KSEB ഫീസ് ഊരുന്നല്ലേ. പിന്നെ ഷെലിൻ ജോസ് മാസ്റ്റർ ഒരു നല്ല കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ പാട്ടുപുസ്തകം സൗജന്യ നിരക്ക് 5 രൂപ. അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പെൺപിള്ളാരെ കെട്ടിച്ചു വിടുമ്പോൾ അലമാരിയും കട്ടിലും മേശയും അതേപോലെ വാഷിംഗ് മെഷീനും കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കാറ്റലോഗിൻ്റെ ഒരു പാട്ടുപുസ്തകം ഇട്ടേക്കണം. ഈ പെങ്കൊച്ച് പെട്ടിച്ചിട്ട് വീട്ടിൽ ചെന്ന് വൈകിട്ട് മൊബൈൽ നോക്കി വന്ദന യേശുമര പാടാൻ പോകുമ്പോൾ നെറ്റ് പോയി കഴിഞ്ഞാൽ കല്യാണം കുഴപ്പവും. അതുകൊണ്ട് ഇതിലൂടെ ഒരു പഴയ പാട്ടുപുസ്തകമുണ്ട്. എന്താ ദിശായമേ ദൈവത്തിന് സ്നേഹം. ഒന്ന് പേടിച്ചാൽ നല്ല സന്തോഷമില്ലല്ലോ. സ്വോത്രം. അത് മാത്രമല്ല, പഴയ മൊബൈലുകളൊന്നും നശിപ്പിക്കരുത്. ഈ ഡേറ്റയൊക്കെ പെയ്തിയ ഇസ്രായേലിന് ലെവൽ കെട്ടാതെ ഇതൂരം പണ്ടേ അവന് വിവരമില്ലിന് കാര്യം പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഉപദേശിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിശ്വാസികളുടെ എല്ലാം ആറാട്ടുകുഴിയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരൻ്റെ ആക്രിക്കാരുടെ ബൈബിൾ കൊടുക്കരുത്. സ്വോത്രം. കൈയിരിക്കുന്ന ടാബ് എപ്പോഴാണ് പണിമുടക്കുന്നതെന്ന് അറിയത്തില്ല. സ്വോത്രം. അതുകൊണ്ട് ഇതെപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. യെശയ്യാ 11:12 വായിച്ചാട്ടെ. യഹൂദൻ മടങ്ങി വരുമോ? വായിച്ചാട്ടെ. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ദാണ്ടെ യഹൂദൻ ഇനിയും കൊച്ചി മട്ടാഞ്ചേരി 5 എണ്ണയുള്ള അടുത്തതൂടെ പോകുമ്പോൾ 3rd വേൾഡ് വാർ. അത് പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഇന്ന് രാത്രി അന്നാളിൽ തൻ്റെ ജനത്തെ എവിടെ നിന്നൊക്കെ വായിച്ചാട്ട് മോളെ? ശേഷിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും, സിറിയയിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, അടുത്തത് ഏലാമിൽ നിന്നും, ഏലാം ഇറാഖിൽ നിന്നും, ഷീനാരിൽ നിന്നും, സീനാർ ബാബേലിൽ നിന്നും, ഹമാത്തിൽ നിന്നും, മസ്കറ്റിന്ന് വരെ യഹൂദൻ ഉണ്ടായിരുന്നു. ഗൾഫാരോട് ചോദിച്ചു അവിടുന്ന് പോയി. അടുത്തത് സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2ാം പ്രാവശ്യം കൈനീട്ടും. 1ാം പ്രാവശ്യം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോശയാൽ ചെങ്കടൽ കടത്തി വാഗ്ദത്ത കനാനിൽ കൊണ്ടുവന്നു. 2ാം ലോകമഹായുദ്ധത്തിനകത്ത് ബെൻഗൂറിയോന്റെ അനൗൺസ്മെന്റ് പ്രകാരം അവരെ കൊണ്ടുവന്നെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 9-ാം തീയതി ഒക്ടോബർ 9-ാം തീയതി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. യഹൂദർക്കെല്ലാം മടങ്ങി വരാം സ്വന്തം ദേശത്തേക്ക്. കരമുയരുന്നില്ലല്ലോ ഞങ്ങളൊരു യുദ്ധത്തിലേക്ക്. എന്നാ ഇനി ലോകം കാണാൻ പോകുന്ന സംഭവം ബൈബിളിനകത്തുണ്ടോ? കിളി പറന്നു വരുന്നത് പോലെ അവർ മടങ്ങി വരും. വായിച്ച മക്കള് യെശയ്യാ പ്രവചനം 60:8-9 വാക്യങ്ങൾ. എല്ലാ യഹൂദനും മടങ്ങി വരാൻ പോകുന്നു അന്തിമ യുദ്ധത്തിലേക്ക്. യെശയ്യാ പ്രവചനം 60:8-9 വാക്യം കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? അടുത്തത് ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്നും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദൂരെ നിന്ന് സകല യഹൂദന്മാരും പൊന്നും വെള്ളിയുമായി മേഘത്തിനകത്ത്. മേഘമെന്ന് പറയുന്നത് യെശയ്യാ പ്രവചനം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വിമാനത്തിനകത്ത് കയറി 2700 കൊല്ലങ്ങൾക്ക് മുമ്പായി പ്രവചനം എഴുതുന്നത്. ഇന്ന് ഈ കോവിഡിൻ്റെ മറവിൽ നിങ്ങൾ മനസ്സിലാക്കണം, 1ാമത്തെ സംഭവം നടന്നു. യഹൂദൻ മുഴുവൻ മടങ്ങി തുടങ്ങി. എവിടുന്ന് മടങ്ങി തുടങ്ങി? എത്യോപ്യയിൽ നിന്ന് മടങ്ങി, ഇന്ത്യയിൽ നിന്ന് മടങ്ങി, അമേരിക്കയിൽ നിന്ന് മടങ്ങി. ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം, കോവിഡ് സാധാരണ സംഭവമല്ല. കോവിഡിൻ്റെ മറവിൽ നിന്ന് യഹൂദൻ മടങ്ങി. ഇസ്രായേലിൻ്റെ സ്വന്തം ജനം അവർ മടങ്ങിയപ്പോൾ ഇന്ന് രാത്രി ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. അതിനെ നെലാത്തെന്ന് വിളിക്കുന്നു. അവിടെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ആയിരക്കണക്കിന് വീടുകൾ ഒരുങ്ങുന്നു. തീർന്നില്ല. 2ാമത്തെ കാര്യം, ഇന്ന് ഒക്ടോബർ മാസം 9-ാം തീയതി ഇസ്രായേൽ ഗാസ സംഘടന തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്തിനു വേണ്ടി യഹൂദൻ മടങ്ങി വരുന്നു? 1, ഒരു 3ാം ലോകമഹായുദ്ധം. 2, യഹൂദന്റെ സിനഗോഗിന്. എന്നാൽ അത് രണ്ടും ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങാറായി. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ജെറുസലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെങ്കിൽ, ഇന്ന് രാത്രി
അവസാന യുദ്ധത്തിലേക്ക് ലോകം കടക്കുന്നതിന് മുമ്പ് സകല യഹൂദന്മാരും ഇസ്രയേലിലേക്ക് മടങ്ങി വരും. ഇന്ന് രാത്രി എന്താ കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങൾ ദൈവകുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. 1, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും ഭൂതലത്തിലൊക്കെ സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. നമ്പർ 1. നമ്പർ 2, ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിക്കും. നമ്പർ 3, ജാതികളുടെ പൂർണ്ണ സംഖ്യ. കരമുയർത്തുന്നവർക്കായി കഴിഞ്ഞ വർഷം യോഗം വെച്ചിട്ട് ഇന്നൂടെ യോഗം വെച്ചപ്പം പലരും ചോദിക്കും, കർത്താവ് വന്നില്ലല്ലോ. എന്നാൽ കുറ്റിക്കാട്ടെയും എള്ളുവിളയും ദൈവജനങ്ങളെ ചിലർ താമസമിന വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ അല്പം താമസിപ്പിക്കുന്നത് ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കുവാനാ. ഇന്ന് രാത്രി ആമോസിന്റെ പ്രവചനം 9:9 അതാ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിനോട് പറഞ്ഞത്, എല്ലാ യഹൂദന്മാരും മടങ്ങി വരണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളിംഗ്, കമ്മിങ് എ സിനഗോഗ് ഇൻ ഇസ്രായേൽ ആൻഡ് കം ടു എ തേർഡ് വേൾഡ് വാർ. ബൈബിളും പ്രവചനങ്ങളും നിവർത്തിയായി മക്കളെ, കാലം അധികമില്ല, കാന്തൻ വരും. ആമോസ് 9:9 ഒക്ടോബർ മാസം 9-ാം തീയതി ആര് പറഞ്ഞു? ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അന്ത്യദിനത്തിലേക്ക് നാം വന്നു കഴിഞ്ഞു. വായിക്കാമോളെ ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അരിപ്പ കൊണ്ട് വായിച്ചോ. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ അമേരിക്ക വരെ ചിതറിപ്പോയ യഹൂദൻ, വായിച്ചാട്ടെ, അരിക്കുവാൻ കൽപ്പിക്കും. അരിക്കുവാൻ കൽപ്പിക്കും. അതാ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള വിഷയത്തിൽ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ന് രാത്രി സജുജാത്തന്റെ വായിച്ചാട്ട് മോളെ അടുത്തത് 1 മണി പോലും വായിച്ചാട്ടെ, 1 മണി പോലും നിലത്ത് വീഴുകയില്ല, 1 മണി പോലും നിലത്ത് വീഴുകയില്ല. സകല യഹൂദന്മാരെയും മടക്കി കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ നാളിൽ ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്ക്, അത് ഭാരമുള്ള കല്ലായി മാറും. അതിനെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ 3-ാം ലോകമഹായുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ മുടങ്ങാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം, മരിച്ചവരുടെ ഉയർപ്പ് ബൈബിള് ക്ലിയറായി പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. ഇനി ഇന്നത്തെ റഷ്യ ഉക്രൈൻ, ഇന്നത്തെ ഇസ്രയേൽ ഗാസ, അത് കഴിഞ്ഞിട്ട് ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ ലെബനോൻ എവിടെ ചെല്ലും? തേർഡ് വേൾഡ് വാർ. വായിക്കാം എസക്കേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, റഷ്യ വായിച്ചാട്ടെ, അറബ് ലീഗ് മുഴുവൻ റഷ്യയുടെ കീഴിൽ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത, ഞാനിവിടെ വന്നില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ കടത്തി വെട്ടുവാൻ അറബ് ലീഗ് എല്ലാവരും ഒരേ പടിയിൽ റഷ്യയുടെ കീഴിൽ. ഇനി എള്ളുവിള കാണാൻ പോകുന്നത് ഹമാസിൻ്റെ നേതാക്കളും PLOയുടെ ഇന്നത്തെ നേതാവായ മഹ്മൂദ് അബ്ബാസ് റഷ്യയെ പിടിക്കാൻ പോകുന്നു. റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ്, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യ കൂടി, സുന്നി ഷിയായും ഇതെല്ലാം കൂടിയെങ്കിൽ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം വരാൻ പോകുന്നു. ബൈബിളിലുണ്ടോ? എസക്കേൽ പ്രവചനം 39:1-2. അല്ലയോ മനുഷ്യപുത്ര, വായിച്ചാട്ട് മോളെ, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ദാ കിടക്കുന്ന ഇന്നത്തെ റഷ്യ ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ 4 അടി ഇവിടെ നടക്കുന്നതിന്റെ അടി ലാസ്റ്റ് ഫൈനൽ വരാൻ പോകുന്നത് ഇസ്രയേലിലേക്ക്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, ട്രൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ. അടുത്തത് എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യക്ക് എല്ലാവരും വിരോധമായി ഉക്രൈൻ യുദ്ധം, അറബ് ലീഗിനെ അവൻ കൂടെ കൂട്ടാൻ പോകുന്നു. ഞാൻ നിന്നെ, വായിച്ചോ മോളെ, ഇന്നത്തെ യുദ്ധങ്ങളുടെ ഗതി മാറാൻ പോകുന്ന അമ്മമ്മമാരെ ബൈബിൾ എടുത്തോണം. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നോലെ. റഷ്യ ഉക്രൈൻ പെതിയെ മാറും, ഇസ്രായേൽ ഗാസ പെതിയെ മാറും, ഇസ്രായേൽ സിറിയ മാറും, ഇസ്രായേൽ ലെബനോൻ മാറും. റഷ്യയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആരെ ആക്രമിക്കാൻ വരും? ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, വായിച്ചാട്ടെ, ശേഷിപ്പിച്ച് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ
ഗർഭിണിക്ക് പ്രസവവേദന, ഉക്രൈൻ തീരത്തില്ല. 1 വർഷവും 10 മാസവും കൊണ്ട് നടക്കുക. കഴിഞ്ഞ 2022 ഫെബ്രുവരി തുടങ്ങിയതാ, ഇതാ കിടക്കുന്നു. 24 ഫെബ്രുവരിയിലും തീരത്തില്ലത്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് എവിടെ കൊണ്ടുവരും? വടക്കേ അറ്റത്ത് നിന്ന്. വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് സിറിയായുടെ മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തുന്നവർക്കായി അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവസാന ഭാഗം, ഈ യുദ്ധം നടക്കുമോ? ദൈവസഭ എടുക്കപ്പെടുമോ? ഇന്ന് രാത്രി അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന്. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരുമോ? മനുഷ്യൻ്റെ ആയുസ് എത്ര? ആരും വേണ്ടുന്നില്ലല്ലോ. പാസ്റ്റർമാർക്ക് സന്തോഷമില്ല, ചവപ്പെട്ടി വേണമെന്ന്. സ്വത്രം. മനുഷ്യൻ്റെ ആയുസ് എത്ര? 70, ഏറെയാൽ 80. 1948 മെയ് 14 ഇസ്രായേൽ സ്വാതന്ത്ര്യമായത്. 48-ന് 70 കൂട്ടിയാൽ 2018, 80 കൂട്ടിയാൽ 2028. സഖാവ് VS ഒക്കെ സെഞ്ചുറി അടിച്ചുകൊണ്ട് 100 വരെ മനുഷ്യൻ്റെ ആയുഷ്മാം. ദൈവത്തിൻ്റെ കൃപ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 95% പേരും ശവപ്പെട്ടിക്കകത്ത് കയറി മൂക്കി പഞ്ഞു വെച്ച് ലോകെ ഞാൻ നോട്ടം കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ കാന്തന് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാൻ പോകുന്നു. സ്വോത്രം. അതാ ബൈബിളും ചരിത്രവും. 48 മെയ് 14 കണ്ട പലരും ശവപ്പെട്ടി കയറുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് വരാറായി. ഈ തലമുറയിൽ കർത്താവ് വരുമോ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പ്രഭാഷണം, നമുക്കിപ്പോൾ കർത്താവ് വരണമെന്നില്ലല്ലോ. ബൈബിളിനകത്ത് 5 കാര്യമുണ്ട്. 1 യേശുവിൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. ഫുൾ സ്റ്റോപ്പ്. സന്തോഷമില്ലല്ലോ. 5-മതൊരു കാര്യമുണ്ട്. ചിന്നമ്മേ, രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ലോകം കാണാൻ പോകുന്ന വലിയ സംഭവം. അതിനുവേണ്ടിയ നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയ കൺവെൻഷൻ ഇവിടെ വെച്ചിരിക്കുന്നെങ്കിൽ 3-ാം ലോക മഹായുദ്ധം. വൺ മോർ ടൈം ഐ എം റിവൈസ്. 1942 1917 the first world war, coming a constitution in coming world League of Nations. The second one 1932-45 second world war. 5.5 കോടി തീർന്നു. അന്നൊരു സംഘടന വന്ന് യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ 3rd വേൾഡ് വാറിന് മുമ്പ് ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി ആ കുറ്റിക്കാട് കൺവെൻഷൻ ആദ്യത്തെ ദിവസം. വായിച്ചാട്ട് എസെക്കിയേൽ പ്രവചനം 21, 26, 27 അവസാനിപ്പിക്കാൻ പോകുന്നു. എസെക്കിയേൽ പ്രവചനം 21, 26, 27 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിക്കാമോനെ. ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും. അന്ത്യകാലം കിരീടമെടുത്തു കളയും. അടുത്തത് അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. മകുടം നീക്കി കിരീടം, ഭരണകൂടം. താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഇയ്യോബ് എഴുതി വെച്ചിട്ടുണ്ട്, ബലശാലികൾ സിംഹാസനത്തിൽ നിന്ന് മാറ്റി ബോധിച്ചവരെ അവൻ അതിനകത്ത് കയറ്റും. താണത് ഉയരുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഗുജറാത്തിലെ തട്ടുകട ട്രെയിനകത്ത് ചായ ഓടിച്ചുകൊണ്ട് കിടന്ന് മോഡിജി 2 പ്രാവശ്യം മെനഞ്ഞാന്നത്തെ റിസൾട്ട് കണ്ടിട്ട് ഹിന്ദിക്കാരെല്ലാം പറയാം, ആനേവാലോ ചുനാവുമേ മോഡിജി പിറായക. സ്വോത്രം. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എവിടുന്ന് വന്ന്? ചെറുപ്പക്കാർ കണ്ണ് തുറന്ന് കേൾക്കണം. ബൈബിൾ എവിടുന്ന് വന്നെന്നറിയാമോ? കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിന്ന് 10 മക്കളിൽ സഖാവ് പിണറായി 2ാമത് കേരള മുഖ്യമന്ത്രി. എങ്ക പക്കത്ത് തമിഴ്നാട് ഇരിക്കുന്ന മുന്നാടി ഇരിക്കുന്ന മുതലമച്ചർ യാർ പനീർ സെൽവ എങ്ക നിന്ന് വന്ന് അണ്ണാടി MK ഓഫീസിൽ തട്ടുകട നിന്നാൾ മുഖ്യമന്ത്രി. തീർന്നില്ല. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്ന് ബരാക് ഒബാമ. വെളുത്തവനല്ല, കറുമ്പൻ. അമേരിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അപ്പച്ചൻ്റെ മകൻ. കോട്ടയത്ത് ഒരു KR നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്ന ദരിദ്ര നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. തീർന്നില്ല. കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? രാംനാഥ് കോവിന്ദ്. എവിടുന്ന് വന്ന്? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ. ഇന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? അമ്മാമ ദ്രൗപദി മുർമു. കോട്ടൂർ കുടുംബത്തിൽ നിന്ന് വന്ന ആദിവാസി അമ്മാമ. സന്തോഷമില്ലല്ലോ. പിള്ളേർ നോട്ട് സ്വോത്രം. അത് കഴിഞ്ഞ് ബ്രിട്ടൻ ഭരിക്കുന്ന ആരാ? ഋഷി സുനക്. ഇന്ത്യക്കാരൻ ഞാഞ്ഞൂല്. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ തലമുറയെ പ്രവചനം നിവർത്തിയായി. അതിന് മുമ്പൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. അതിനുവേണ്ടിയ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഇതാ ബൈബിളും പ്രവചനവും. വായിച്ചാട്ടെ മോളെ, അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. ഞാനതിന് ഉന്മൂലനാശം. സെക്കൻഡ് പെരിയെ വേണാട് പോകുന്നല്ലോ. 1-ാമത്തെ ഉന്മൂലനാശം.
ഉന്മൂലനാശം. ഒന്നാമത്തെ ഉന്മൂലനാശം 1914-17 ബൈബിൾ തുറക്കണം. രണ്ടാമത്തെ ഉന്മൂലനാശം 39-45 ഇവിടെ ഇരിക്കുന്ന അച്ചായമാർ പലരും കണ്ട്, രണ്ടാം ലോകമകത്തം കണ്ട അച്ചായമാർ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തത് ഉന്മൂലനാശം വരുത്തും. തേർഡ് വേൾഡ് വാർ. ഇനി ആ ഭാഗം, അവസാന ഭാഗം ബൈബിൾ ഉള്ളവർ ഒരു ചെറിയ പേനയിട്ട് തുണ്ടിൽ വരച്ചോണം. അതിനു മുമ്പ് വായിച്ചാട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. കരമുയർത്തിയാട്ടെ. മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന് അവസാനിക്കാൻ പോവാ. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രയേലിന് നേരെ വരും. എൻ്റെ വാക്കിൻ്റെ പരിസമാപ്തിയിലേക്ക്. അവിടെ എന്ത് നടക്കുമെന്നറിയാമോ? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ചൈനയും റഷ്യയും യഹൂദൻ്റെ മണ്ണിലേക്ക്. അതിനുശേഷം യഹൂദൻ നിലവിളിക്കും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. 1 വിമാനത്തിൻ്റെ ഹുങ്കാരം, 2 യഹൂദൻ്റെ നിലവിളി. അവിടെ ഒലിവുമല വിളരുന്നൊരു സമയം വരാറായി. ഈ 3 സംഭവം ഇസ്രയേലിൽ നടക്കുന്നതിന് മുമ്പ് ഒരു മഹാസംഭവം എള്ളുവിളയിലും കുറ്റിക്കാട് നടക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അപ്പോൾ അവിടെ പോണേ ഒരു ടിക്കറ്റ് വേണ്ടേ? പകരേ ശ്വാസം പോയി. സ്വോത്രം. ബോംബെ പോകണമെങ്കിൽ ട്രെയിനകത്ത്, ഗൾഫിൽ പോകണമെങ്കിൽ പ്ലെയിനകത്ത്, തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ തമിഴിൻ്റെ ബസ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ മേലെ വീട്ടിലേക്ക് പോകണേ ഒരു ടിക്കറ്റ് വേണ്ട. ആ ടിക്കറ്റിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ്. കരമുയരുന്നില്ലല്ലോ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ തമിഴിൻ്റെ കടയിൽ നിന്ന് പരിപ്പ് വടയും മസാല ദോശയും കയറാം. ട്രെയിനിൽ കയറ മുടിയാതെ. അങ്ങ് തമ്പാനൂർ ചെല്ലുമ്പോൾ പക്കത്ത് മേലെ ഇരിക്കുന്നത് പെൺകുട്ടി, അവിടെ ഇരിക്കുന്നത് പേപ്പർ പോട്ട് കൊടുക്കണം. ട്രിവാൻഡ്രം തൃശ്ശൂർ 190 SLR 3 സീറ്റ് നമ്പർ 20. അവിടെ ഒരു മുഞ്ഞന് 9:30 നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाटूम में आएगा. 10 രൂപയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ടിക്കറ്റ് എടുത്ത നാരായണ ചേട്ടന് വഴിയരികയായിരുന്നു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. 190 ഫ്ലൈറ്റിക്ക് പ്ലാറ്റ്ഫോമിൽ റിസർവേഷൻ എടുത്ത ശാന്തമാമ ഒറ്റച്ചാട്ടം. സന്തോഷമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ആരെ ചേർക്കുവാൻ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഒരു രാത്രി കൂടി മറ്റൊരുത്തനിലും കുറ്റിക്കാട് രക്ഷയില്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. പഴയ നിയമത്തിലെ ഒരു പൈതൽ പാപം ചെയ്താൽ എന്താ ചെയ്യുന്നതെന്നറിയാം? പാളയത്തിനകത്ത് കൊണ്ടുവന്നവനെ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ പുതിയ നിയമത്തിലെ ഒരപ്പനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്താ? അവൻ്റെ ഒരപ്പന് 2 പുത്രൻ, ഒരു പുത്രൻ ധൂർത്തുപുത്രൻ എന്ന് ബൈബിൾ. അവൻ്റെ കൈ ധനവും സമ്പത്തും മാനവും എല്ലാം ഉണ്ടായിരുന്നു. അവൻ എവിടെ പോയി കടന്നെന്നറിയാമോ? പന്നിയുടെ കൂട്ടത്തില. പണമുള്ളപ്പം കൂട്ടുകാരെല്ലാം കാണും, ചില്ലറയില്ല വരുമ്പോൾ നീ പന്നി കൂട്ടത്തില്ല. സ്വോത്രം. അവസാനം പാളവരെയും കൊടുത്തു. പന്നിയുടെ കാടിയും കുടിച്ചപ്പം അവൻ അപ്പൻ്റെ വീട്ടിനെ പറ്റി ഒരു സുബോധം വന്നു. ഇതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. അവൻ ആ പന്നിക്കൂട്ടത്തിൽ കഴുകാത്ത ഡ്രസ്സുമായി സ്തോത്രം അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷെ പഴയ നിയമമെങ്കിൽ അപ്പൻ കല്ലെറിഞ്ഞ് കൊല്ലും, ന്യായപ്രമാണം. പുതിയ നിയമത്തിലെ അപ്പൻ തൻ്റെ പാപഭംഗിലമായ ഉടുപ്പോട് കൂടി അവനെ ചേർത്ത് പിടിച്ചു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? കുടുംബജീവിതം തകർന്ന വ്യക്തിയായോ? ഇന്നത്തെ നിൻ്റെ ഉടുപ്പുമായി അപ്പൻ്റെ വീട്ടിലേക്ക് വന്നാൽ ന്യായപ്രമാണമല്ല, കൃപയുടെ പ്രമാണവുമായി അപ്പൻ നിന്നെ മാറോട് ചേർക്കും. വചനം മനസ്സിലാകുന്നവർക്കായി. പക്ഷേ ആ ഡ്രസ്സുമായിട്ട് അവനെ കയറ്റിയിട്ടില്ല. അപ്പൻ ഒരു കാര്യം വീട്ടിലെ പണിക്കാരോട് പറഞ്ഞു, ഇവനെ ഉടുപ്പിക്കുവാൻ ഒരു പുതിയ ഉടുപ്പ്. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഏദനിനകത്ത് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ ആദാം കാൽവറിയിൽ പരമയാഗമായെങ്കിൽ അവൻ്റെ രക്ഷയുടെ ഉടുപ്പ് പ്രാപിച്ചവനെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ
ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. അവരുടെ പ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. അവസാനിപ്പിക്കാൻ പോവാ, സമയമധികം മുൻപോട്ട് പോയെങ്കിലും സാൽവേഷൻ ആർമി ഇവിടെ വന്നപ്പോഴും ഇന്ന് പള്ളി കണ്ടതുകൊണ്ട് പറയാം, അവർക്ക് വല്ലപ്പോഴും ദുഃഖം വരും. സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് ആരാ? ചേച്ചിമാരെല്ലാം കേട്ടോണം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം എവിടെ തുടങ്ങിയത്? ലണ്ടൻ പോലീസിൻ്റെ ചീഫ് മേധാവിയായിരുന്നു വില്യം ബൂത്ത്. അദ്ദേഹം തുടങ്ങിയത് സാൽവേഷൻ ആർമി. അതുകൊണ്ടത് അപ്പോൾ അവരുടെ ചർച്ചിൻ്റെ കൺവെൻഷൻ, നമ്മുടെ കുറ്റിക്കാട് AG കൺവെൻഷൻ നടക്കുന്ന പോലെ 4 ദിവസമാണ് കൺവെൻഷൻ നടക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു സംഭവം, അവിടെ എല്ലാം VIP-കളെ കയറ്റുന്നത്. അതിൻ്റെ 1 കിലോമീറ്റർ നിങ്ങൾ നിലമാമൂട്ടിൽ സൗണ്ട് വെച്ചിരിക്കുന്ന പോലെ 1 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ചെരുപ്പ് കുത്തിയുണ്ട്. അവൻ മകൻ്റെ പേരാണ് സാമുവൽ ബർഗ്, 8 വയസ്സുള്ള കുഞ്ഞ്. അവൻ ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ 1-ാം വർഷം അവൻ വന്നപ്പോൾ ഗേറ്റിൻ്റെ വാതൊക്കെ സെക്യൂരിറ്റി മോനോട് ചോദിച്ചു, നിനക്കെന്താ പണി? അപ്പൻ ചെരുപ്പ് കുത്തി, ഞാൻ ഷൂ തുടയ്ക്കുന്ന, കമ്മിങ് ഔട്ട്, നീ പുറത്തു പോകോളാൻ പറഞ്ഞു. ഇന്നൊക്കെ പ്രവേശനമില്ല. ആ കുഞ്ഞ് കരഞ്ഞു കൊണ്ടുപോയി. ഇവിടെ നല്ല VIP-കളാണ്. 2-ാം വർഷവും ഈ പയ്യൻ വന്നു ജനറൽ കൺവെൻഷനിൽ. അന്നേരം അവർ പറഞ്ഞ്, കഴിഞ്ഞ വർഷം നിന്നെ ഓടിച്ചതാ, ഇവിടെ നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് പ്രവേശനമുള്ള, പട്ടാളക്കാർക്കും പോലീസ് മേധാവികൾക്ക്. ഈ പയ്യൻ പോയി 3-ാം വർഷം സാൽവേഷൻ ആർമിയുടെ ജനറൽ കൺവെൻഷൻ. ഏകദേശം 20 വയസ്സോളം ഈ കുഞ്ഞിനുണ്ട്. അന്ന് 3-ാം വർഷം പകൽ വന്നു. അവൻ പറഞ്ഞ, ഞാൻ കൺവെൻഷൻ വന്നതല്ല, നിങ്ങളുടെ പ്രസിഡൻറ്റിനെ ഒന്ന് കാണാൻ വന്നതാ. അപ്പോൾ പറഞ്ഞ്, പ്രസിഡന്റ് ഫ്രീ, നീ പോയി കാണാൻ പറഞ്ഞു. പ്രസിഡന്റിൻ്റെ അടുത്ത് പോയി അവൻ പറഞ്ഞ, ഞാൻ ആരാധിക്കാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, നടക്കത്തില്ല, ഇത് VIP-കൾ വരുന്ന ചർച്ച. സ്വോത്രം. അപ്പോൾ ചോദിച്ചു, നിൻ്റെ പണി എന്താ? അപ്പൻ ഷൂ തയ്ക്കുന്നു, ഞാൻ തുടയ്ക്കുന്നു. അയ്യോ, ഞാൻ ഇങ്ങനെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരുന്ന, ഇവിടെ വരുന്ന പട്ടാളക്കാരുടെ ഷൂടെ റാക്കറ്റ് വെക്കുന്ന ഭാഗത്ത് തുടച്ചാൽ നിനക്ക് കഞ്ഞി കിട്ടും, കിടന്നുറങ്ങാൻ സൗകര്യം കിട്ടും. അവൻ പറഞ്ഞ, അത് മതി. ചേട്ടാ, ചേച്ചി, അമ്മമ്മ, അച്ചായ, 1, 2 16 കൊല്ലം ആ ചെറുപ്പക്കാരന് പാവപ്പെട്ട സാമുവൽ ബർഗ് ഒരു മുറിക്കകത്ത് കഞ്ഞിയും കുടിച്ച് വരുന്ന പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ഷൂ തുടച്ചുകൊണ്ടിരുന്നു. 16 വർഷം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ സാൽവേഷൻ ആർമിയുടെ കൺവെൻഷൻ. ആ കൺവെൻഷനകത്ത് 2 ദിവസം LMS-ൻ്റെ മിഷണറിമാർ. അടുത്ത 2 വർഷം ആരാണെന്നറിയാമോ? ഒരു അമേരിക്കൻ മിഷണറി. വ്യാഴം വെള്ളി കൺവെൻഷൻ കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിലിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഫോൺ വരുന്നു. മിഷണറിക്ക് വരാൻ കഴിയത്തില്ല, ശരീരവേദന, പനി. വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറി കയറി കണ്ണടച്ചു. 1000-10,000 പങ്കെടുക്കുന്ന ലണ്ടൻ കൺവെൻഷൻ. ഇന്ന് ആര് പ്രസംഗിക്കും? വില്യം ബൂത്തിൻ്റെ കർണപടത്തിനകത്ത് സ്വർഗം സംസാരിച്ചു. നിന്റെ ചൂപ്പരയ്ക്കകത്ത് 16 വർഷമായി ഒരുവൻ കിടപ്പുണ്ട്. ഇന്ന് രാത്രി വചനപ്രകാരം ഉയർത്തണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്താ സംഭവിച്ചത്? അദ്ദേഹം ഓടിച്ചെന്ന് സാമുവൽ ബർഗിനോട് പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആ സമയത്ത് സാമുവൽ ബർഗ് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തുവാൻ കഴിയും? അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ, എള്ളുവിളെ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. നീ പരാജയം കാണുവാൻ നാട്ടുകാർ കാത്തിരിക്കും. എന്നാൽ താഴ്മയോടെ പ്രാർത്ഥിച്ചാൽ. അന്ന് രാത്രി ലണ്ടനിലെ കൺവെൻഷനകത്ത് സാമുവൽ ബർഗ് പ്രസംഗിച്ചു. എത്രായിരം പേർ രക്ഷിക്കപ്പെട്ടു? 3000 പേർ. 4-ാം ദിവസം ഫൈനൽ കൺവെൻഷൻ. അന്ന് രാത്രി സാമുവൽ ബർഗ് പ്രസംഗിച്ചു. ലണ്ടനിൽ ഒരു ഭയങ്കര ഉണർവ്. അന്ന് രാത്രി വില്യം ബൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാനിത് രാജിവെക്കുക. നാളെ മുതൽ ആരാ സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ്? നമ്മുടെ ഷൂപ്പരയ്ക്കകത്ത് 16 വർഷം കടന്നവൻ സാൽവേഷൻ ആർമിയെ നയിക്കും. ഇന്ന് രാത്രി പൊട്ടക്കിണറ്റിൽ നീ കിടക്കാം മക്കളെ, അടിമ വീട്ടിൽ നീ കിടക്കാം. മാർക്കറ്റിനകത്ത് നിന്നെ ആൾക്കാർ വില പറയും. 10 പേരുടെ ഭവനത്തിൽ നിന്നെ വീട്ടുകാർ നാണം കെടുത്തും. കാരാഗ്രഹത്തിനകത്ത് നീ പട്ടിണിക്കഞ്ഞ് കുടിച്ചാലും കരമുയർത്തുന്നവർക്കായി ഈ രാത്രി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 2024 നീ വചനവുമായി പ്രവേശിക്കുമ്പോൾ പറയുമ്പോൾ, ഇന്ന് രാത്രി യോസഫിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, രൂത്തിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. ആരൊക്കെ എനിക്കെതിരെ വേലി കെട്ടിയാലും, ഞാൻ പട്ടിണി കഞ്ഞ് കുടിച്ചാലും, അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി 2-ാം ലോകമഹായുദ്ധം, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അന്ന് 5.5 കോടി പേർ മരിച്ചു. പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ടെ മക്കളെ. 5.5 കോടി പേർ മരിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? എല്ലാ വീട്ടിലും ശവപ്പെട്ടി. ഇത് കേൾക്കണം. അന്ന് ബ്രിട്ടനിലെ ഒരു സംഘടന എഴുതി, ഒരു നല്ല പോർട്രേറ്റ് അയച്ചു തരണം.
പലരും പല പടം വായിച്ചു. ഒരു ചെറുപ്പക്കാരൻ 2 പടം വായിച്ചു. അമ്മ എല്ലാം ശ്രദ്ധിച്ചോണം. ചെറുപ്പക്കാർ പുതിയ വർഷത്തിലേക്ക് കടക്കുക. പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നതുകൊണ്ട് ഇതുകൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി മടങ്ങാം. എല്ലാവരും പടം വായിച്ചു. സ്കൂള്, പള്ളി, അത് കഴിഞ്ഞ് പോസ്റ്റർ, ഇതെല്ലാം വായിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരൻ 2 പടം വായിച്ചു. ഒന്നിനകത്ത് അറ്റ്ലാന്റിക് സമുദ്രം, അതിനകത്തൊരു പാറ, അതിൻ്റെ മേലൊരു കാക്ക. അവൻ ആ പടം എഴുതിയിരിക്കുക. അറ്റ്ലാന്റിക് ഇളക പറയുന്നു, പാറ ക്രിസ്തു, കാക്ക. 2 അടുത്ത പടത്തിനകത്ത് ഈ ഇളകി മറിയുന്നതിൻ്റെ നടുവിൽ ഒരു കൊച്ചുമീൻ കാക്കയുടെ വായിലേക്ക് വന്നു. അവൻ അടിക്കുടുപ്പ് കൊടുത്ത എന്താണെന്നറിയാവോ? 2024 കമ്മിങ് കുറ്റിക്കാട് എല്ലുവിള. നിങ്ങൾക്ക് വേണ്ടി സന്ദേശം നിങ്ങൾ കൈമാറണം. ഇന്ന് രാത്രി കേട്ടോ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ എഴുതിയിരിക്കുക, അറ്റ്ലാന്റിക് സമുദ്രം ഇളകി മറിഞ്ഞാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയുടെ വായിൽ ഒരു കൊച്ചുമീനിനെ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവശക്തൻ ഇന്ന് രാത്രി കരമുയർത്തി പറ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരവും വയലിലെ ചെടിക്കും പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. ഇവിടെ യുദ്ധം വരട്ടെ, ക്ഷാമം വരട്ടെ, ഭൂകമ്പം വരട്ടെ, ഏതൊക്കെ പ്രതികൂലം വന്നാലും അതിൻ്റെ നടുവിൽ ഒരു കുഞ്ഞു മീനിനെ തരുവാൻ എൻ്റെ കാന്തൻ വിശ്വസ്തൻ. രാത്രി എത്ര പേർക്ക് പ്രത്യാശയമുണ്ട്? നോഹയുടെ പെട്ടകത്തിന് 7 അടിസ്ഥാന ഉപദേശം ഉണ്ടായിരുന്നു. ഗോഫേർ മരം, അത് കഴിഞ്ഞിട്ട് 30, 50, 300, 4, 5, 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. ആ പെട്ടകം അരാരാത്തിൽ ഉറച്ചു. നിഴൽ. പുതിയ നിയമസഭയാകുന്ന പെട്ടകത്തിന് 7 കാര്യം: രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, തിരുമേശ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഈ വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി, അവരുടെ വംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ഇസ്രയേൽ ചിതറി, ഇസ്രയേൽ മടങ്ങി വന്നു. ഇന്ന് ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയായി ഇസ്രയേൽ നിൽക്കുമ്പോൾ 4 യുദ്ധങ്ങൾ അണിയറയിൽ. റഷ്യ, ഉക്രൈൻ, ഇസ്രയേൽ, ഹമാസ്, ഇസ്രയേൽ, സിറിയ, ഇസ്രയേൽ, ലെബനോൻ. ഒരന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഉലകത്തിൽ വരാൻ പോകുന്നു. അതിനു മുമ്പ് കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും.